പ്രൈസ് ദ ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രകാരം ഒരു അനുഗ്രഹിക്കപ്പെട്ട സമയം നമ്മുടെ എല്ലാം ജീവിതത്തിൽ ദൈവം ഒരുക്കി നൽകിയ ദൈവകൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു വചനഭാഗം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തി സങ്കീർത്തനം 105:18 വാക്യം. സങ്കീർത്തനം 105:18. യഹോവയുടെ വചനം നിവൃത്തിയാകുകയും അവന്റെ അരുളപ്പാടിനാൽ അവന് ശോധന വരികയും ചെയ്യുവോളം. അതിന്റെ 19 വാക്യം. അവർ അവന്റെ കാലുകളെ വിലങ്ങുകൊണ്ട് ബന്ധിക്കുകയും അവൻ ഇരുമ്പ് ചങ്ങലയിൽ കുടുങ്ങുകയും ചെയ്തു. ഇവിടെ ദൈവവചനത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. നമുക്കെല്ലാം സുപരിചിതമായിട്ടുള്ള ഒരു ദൈവവചനമാണ്. നമുക്കറിയാം, ഇത് യോസെഫിന്റെ ജീവിതത്തോടനുബന്ധിച്ചുള്ള ദൈവവചനമാണ്. ഞാനിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് ചില കാര്യങ്ങളെല്ലാം എന്നോട് സംസാരിക്കുവാൻ ഇടയെ തീർന്നു. നമ്മെ ഒന്ന് ആരാധനയ്ക്ക് കടന്നു വന്നപ്പോഴും പ്രിയ പൈതൽ പാടിയ ഗാനം എന്താ പറയുക, വളരെ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ദൈവത്തിന്റെ കൃപ നമുക്ക് മതി. ദൈവത്തിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ, അവന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ഒരു പക്ഷേ എൻ്റെ സാക്ഷ്യം അറിയുന്നവർക്കെല്ലാം അറിയാം, എൻ്റെ ജീവിതത്തിൽ എൻ്റെ 90% കാഴ്ചശക്തി നഷ്ടപ്പെട്ടു പോയി. 2-3 പ്രാവശ്യത്തോളം ക്യാൻസർ വന്നു. മാരക ക്യാൻസറിന് അടിമയായി. എന്നാൽ ദൈവം എന്നെ തൻ്റെ വചനം അയച്ച് എന്നെ വിടുവിച്ചു. ഞാൻ ഇന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നത്, ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സംസാരിച്ച ചില കാര്യങ്ങളാണ്. നമ്മുടെ വാഗ്ദത്വം, നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും ദൈവം ചില വാഗ്ദത്വങ്ങൾ അല്ലെങ്കിൽ ചില വചനങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. നമ്മുടെ ദൈവം സംസാരിച്ചിട്ടുണ്ട്, ഇന്ന കാര്യം നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ തലമുറകളുടെ ജീവിതത്തിൽ ദൈവം ഇന്ന കാര്യം ചെയ്യും. ദൈവം നൽകിയ വചനം അല്ലെങ്കിൽ ആ വാഗ്ദത്വം അത് നിവൃത്തിയാകുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ ചില പ്രത്യേക ഘട്ടത്തിലൂടെ ദൈവം കൊണ്ടുപോകും. എന്നാൽ ദൈവം എപ്പോഴും നമ്മോട് ദർശനങ്ങളായിരിക്കാം പറയുന്നത്. വളരെ അനുഗ്രഹിക്കപ്പെട്ട നമ്മുടെ ഭാവിയെ കുറിച്ച് അല്ലെങ്കിൽ ദർശനങ്ങൾ, അല്ലെങ്കിൽ ദൈവം നമ്മോട് സംസാരിക്കുന്നത് ആ വലിയ ദൈവിക പദ്ധതികളെ കുറിച്ചാണ്. എന്നാൽ ആ പദ്ധതി പ്രാപ്തരാകുവാൻ തക്കവണ്ണം, ആ ദർശനത്തിലേക്ക് എത്തുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ അനവധി കഷ്ടത്തിലൂടെ യോസെഫിന്റെ ജീവിതം നാം പരിശോധിക്കുകയാണ്. നമുക്ക് കാണാൻ സാധിക്കും, യോസെഫിന്റെ ജീവിതത്തില് നമുക്കെല്ലാം വ്യക്തമായി അറിയാം. ഉൽപ്പത്തി പുസ്തകത്തില് യോസെഫിന്റെ ജീവിതത്തിൽ ദർശനം പ്രാപിച്ചപ്പോൾ വലിയ സന്തോഷത്തോടെയാണ് യോസെഫ് ആ ദർശനം പ്രാപിച്ചത്. അവന്റെ ടീനേജ് പ്രായത്തിൽ ദൈവം അവനോട് സംസാരിക്കുന്നു. അല്ലെങ്കിൽ രാത്രിയുടെ യാമങ്ങളിൽ അവൻ കാണുന്ന ആ നൈറ്റ് വിഷൻസ്, ആ രാത്രിയിലെ ദർശനങ്ങൾ, അത് പകൽക്കാലം തന്റെ സഹോദരന്മാരോട്, കുടുംബത്തോട് പറയുമ്പോൾ അവനുണ്ടാകുന്ന തിക്ത അനുഭവങ്ങൾ, അല്ലെങ്കിൽ അവരുടെ വിരസത, അല്ലെങ്കിൽ സഹോദരന്മാർ അസൂയപ്പെടുന്നത്, അല്ലെങ്കിൽ അവനോട് ക്രോധിക്കുന്നത്, നമുക്കറിയാം. അതെല്ലാം സംഭവിച്ചത് ആ ദർശനമുള്ള ഒരു വ്യക്തി, അല്ലെങ്കിൽ യോസെഫ് ആ ഭവനത്തിൽ യാക്കോബിന് പല മക്കളുണ്ടായിട്ടും ദൈവം തിരഞ്ഞെടുത്ത ഒരു വ്യക്തിയായിരുന്നു യോസെഫ്. വിളിക്കപ്പെട്ട സഹോദരന്മാരുണ്ടായിരുന്നിട്ടും തിരഞ്ഞെടുക്കപ്പെട്ട യോസെഫിന്റെ ജീവിതത്തിൽ അനവിധമായ കഷ്ടത്തിന്റെ തീച്ചൂളകളിലൂടെ അവൻ കടന്നുപോകാൻ, ആ ദർശന പൂർത്തീകരണത്തിന് വേണ്ടിയാണ് യോസെഫ് ആ പൊട്ടക്കിണറ്റിലേക്ക് വീഴ്ത്തപ്പെടുവാൻ ഇടയായി തീർന്നത്. എന്നാൽ യോസെഫിന്റെ ജീവിതത്തിന്റെ വ്യത്യസ്തത എന്ന് പറഞ്ഞാൽ, യോസെഫ് ആ പൊട്ടക്കിണറ്റിൽ, അല്ലെങ്കിൽ സഹോദരന്മാർ തിരസ്കരിക്കപ്പെട്ടു, സഹോദരന്മാരാൽ ഉപദ്രവിക്കപ്പെട്ടു, സഹോദരന്മാർക്ക് ഭക്ഷണം കൊടുക്കുവാൻ, നന്മ ചെയ്യാൻ കടന്നുപോയ യോസെഫിന്റെ ജീവിതത്തിൽ തിന്മ ഭവിച്ചിട്ടും അവന്റെ ജീവിതത്തിൽ നന്മ ചെയ്തിട്ടും തന്നാൽ ആവോളം നന്മ ചെയ്തു. തന്റെ പിതാവിനെ അനുസരിച്ചു. തികഞ്ഞ അനുസരണമുള്ള ഒരു മകനായി, അല്ലെങ്കിൽ ചെറുപ്പം മുതലേ ദൈവവചനം പിതാവിനാൽ പഠിപ്പിക്കപ്പെട്ട സഹോദരന്മാരെല്ലാവരും ദൈവവചനം അറിയുന്നവരായിരുന്നു. എന്നാൽ ഈ യോസെഫിന്റെ പ്രത്യേകത, അവന്റെ ജീവിതത്തിൽ തിരസ്കരിക്കപ്പെട്ടിട്ടും അവൻ ഉപദ്രവിക്കപ്പെട്ടിട്ടും അവന് വളരെയധികം പ്രതിസന്ധികളിലൂടെ പോയിട്ടും അവൻ ഒരിക്കലും ആ സഹോദരന്മാരോട് അസംതൃപ്തരായിരിക്കുവാൻ അവൻ ഒരിക്കലും, അല്ലെങ്കിൽ അവൻ അക്രോധിഷ്ഠനായി ജീവിക്കുവാൻ തക്കവണ്ണം ഒരിക്കലും ഇടയായിട്ടിരുന്നില്ല. മറിച്ച് അവൻ മുറുകെ പിടിച്ചത് ആ ദർശനമായിരുന്നു. അവൻ മുറുകെ പിടിച്ചത് ദൈവം സംസാരിച്ച സംസാരമായിരുന്നു. അവനെ ഉപദ്രവിച്ചപ്പോഴും, അവനെ തിരസ്കരിച്ചപ്പോഴും, അവനെ തള്ളിപ്പറഞ്ഞപ്പോഴും, അവനെതിരായി സംസാരിച്ചപ്പോഴും, അവനെതിരായിട്ടുള്ള വലിയ ശബ്ദങ്ങൾ അല്ലെങ്കിൽ കോലാഹലങ്ങൾ, അവൻ നന്മ ചെയ്തു, പക്ഷെ അവനെതിരായി തിന്മ ഭവിച്ചപ്പോൾ അവൻ ഒരിക്കലും അതിനെതിരായിട്ടല്ല, മറിച്ച് അവനെ വിളിച്ച ദൈവം, അല്ലെങ്കിൽ ചില ദർശന പൂർത്തീകരണം നൽകുവാൻ പോകുന്ന ആ ദർശനത്തെ മുറുകെ പിടിക്കുവാൻ ഇടയായി തീർന്നു. അവന്റെ ഹൃദയം അവന്റെ സഹോദരന്മാർ ഇശ്മായേലരായ വ്യാപാരികൾക്ക് അവനെ വിറ്റുകളഞ്ഞപ്പോൾ അവന്റെ ഹൃദയം സഹോദരന്മാരെ പ്രതി വേദനിക്കുകയല്ല, മറിച്ച് ദൈവത്തിന്റെ ദർശനത്തെ അവൻ മുറുകെ പിടിച്ചു. എന്റെ ദൈവം എനിക്ക് ദർശനം നൽകിയെങ്കിൽ
വഴിയിൽ ആ ദൈവമാണ് നയിക്കുന്നതെന്നുള്ള ഉറപ്പ് യോസേഫിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. യോസേഫിന് പറയുവാനോ തിരിഞ്ഞു നോക്കി ചിന്തിക്കുവാനോ ഒരു കഥയില്ല. നമുക്കാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അനേക ദർശനങ്ങൾ, അനേക പ്രവചന ശബ്ദങ്ങൾ, അനേക വാഗ്ദത്തങ്ങൾ ദൈവം നമുക്ക് നൽകുമ്പോൾ യോസേഫിന്റെ ജീവിതത്തെ നോക്കി, അല്ലെങ്കിൽ അനേക വിശ്വാസ വീരന്മാരുടെ ജീവിതം ബൈബിളിൽ നോക്കി നമുക്ക് ആശ്വസിക്കുവാൻ സാധിക്കും. എന്നാൽ യോസേഫിന്റെ ജീവിതത്തിൽ അവനെ ആശ്വസിക്കുവാനായിട്ട് ഒന്നുമില്ല. എന്നാൽ അവൻ തന്നോട് സംസാരിച്ച ദൈവ ശബ്ദം, ആ ശബ്ദം ജീവനുള്ള ശബ്ദമായി, ആ ശബ്ദം അവന്റെ കാതുകളിൽ പ്രതിധ്വനിക്കുന്നതായി, ആ ശബ്ദം മാറ്റുലിയായി, അവന്റെ ജീവിതത്തിൽ മാറ്റുലിയായി, അവന്റെ ഒറ്റപ്പെടലുകളിൽ, ആരുമില്ലാത്ത അവസ്ഥയിൽ, പൊട്ടക്കിണറിന്റെ അവസ്ഥയിൽ ഇശ്മായേലിലേക്ക് പിടിച്ചു വിറ്റ സമയത്ത് 20 വെള്ളിക്കാശിന് അവനെ വിറ്റ് കളഞ്ഞപ്പോൾ ആ ഇശ്മായേലിലായ വ്യാപാരികൾ ഒട്ടകപ്പുറത്ത് ആ മരുഭൂമിയിൽ പോകുമ്പോൾ യോസേഫോ കാല് ബന്ധിക്കപ്പെട്ടവനായി, കഴുത്ത് ബന്ധിക്കപ്പെട്ടവനായി, കൈകാലുകൾ ബന്ധിക്കപ്പെട്ടവനായി, അവൻ ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി, അവനെ മണലാരണ്യത്തിലൂടെ നഗ്നപാദവുമായി നടക്കുമ്പോൾ അവൻ പിറുപിറുത്തില്ല. സഹോദരന്മാരെ ഓർത്ത് പിറുപിറുത്തില്ല, ഇശ്മായേലിനായ വ്യാപാരികളെ നോക്കി പിറുപിറുത്തില്ല. മറിച്ച് തന്നോട് സംസാരിച്ച സ്വർഗത്തിലെ ദൈവത്തിന് അവൻ നന്ദി കരയറ്റിക്കൊണ്ട് അവൻ ദൈവത്തിന് സ്തുതി പാടുകയാണ് ചെയ്തത്. കാരണം ദൈവത്തിന് കാണാൻ സാധിക്കുന്നു, എവിടെ നാം സ്തുതി പാടുന്നുവോ, 2 ദിനവൃത്താന്തം 20-ാം അധ്യായത്തിൽ അത് നമുക്ക് കാണാൻ സാധിക്കുന്നു. യെഹോശഫാത്തിന്റെ ജീവിതത്തിൽ 4 ചുറ്റും പ്രതിസന്ധികളാണ്, 4 ചുറ്റും പ്രതികൂലമാണ്. എന്നാൽ ദൈവജനം കാണാൻ സാധിക്കുന്നു, ദൈവത്തിന് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് പറഞ്ഞ് ദൈവത്തെ ആരാധിക്കുവാൻ തുടങ്ങി. നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യത്തിൽ നാം ദൈവത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നമ്മുടെ പ്രതിസന്ധികളുടെ മധ്യത്തിൽ, എന്റെ ജീവിത അനുഭവത്തിൽ ഞാൻ പറയാൻ സാധിക്കും, കഠിന പ്രതിസന്ധികളുടെ മധ്യത്തിൽ എന്റെ ജീവിതത്തിൽ ഞാൻ ഉപവസിക്കുവാൻ തുടങ്ങി, പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. കൊച്ചു കൊച്ചു ഉപവാസങ്ങൾ, 21 ദിവസം രാത്രിയും പകലും, അത് 40 ദിവസം രാത്രിയും പകലുമായി അനവധി പ്രതിസന്ധികൾ എന്റെ ജീവിതത്തിൽ ദൈവസന്റെ മുട്ടുമടക്കുവാൻ, ദൈവത്തെ രുചിച്ചറിയുവാൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളതെന്ന് ആർത്തു പാടുവാൻ ഒക്കെ വേണം. എനിക്ക് ഗോൾ ബ്ലാഡർ ഇല്ല. ഗോൾ ബ്ലാഡർ ഇല്ലാത്ത ഒരു വ്യക്തി എല്ലാ 2 മണിക്കൂറും കുറച്ചെങ്കിലും ഭക്ഷണം കഴിക്കണം. പക്ഷെ എന്റെ ജീവിത അനുഭവത്തിലൂടെ പറയാൻ സാധിക്കുന്നു, ദൈവത്തിന്റെ കൃപ, അവന്റെ കൃപ നമുക്ക് മതി. ദൈവത്തിന്റെ കൃപ ദൈവം പകർന്നു തരുമ്പോൾ അത് ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവകൃപയാകുന്നുവെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. യോസേഫിന്റെ ജീവിതത്തിൽ അവൻ കടന്നുപോയ വഴി എന്ന് പറയുന്നത് വളരെ പ്രതിസന്ധികളുള്ള വഴിയായിരുന്നു. അവൻ കടന്നുപോയ അവന്റെ 17 വയസ്സ് വരെയുള്ള കാലം, അല്ലെങ്കിൽ ടീനേജിന്റെ ആ മൂർജിച്ചിരിക്കുന്ന അവസ്ഥയിൽ അവൻ ഏറ്റവും സന്തുഷ്ടനായി ജീവിച്ച സമയമാണ്. ദർശനം പ്രാപിച്ചവനാണ്, അവൻ സന്തോഷിച്ചവനാണ്. എന്നാൽ അവരുടെ ജീവിതത്തിൽ ആ ദർശനം പ്രാപിക്കുവാൻ പിറുപിറുപ്പില്ലാതെ ഇശ്മായേലിനായ ആ വ്യാപാരികളുടെ പുറകാലെ നടന്നു പോകുമ്പോൾ ആ ഇശ്മായേലിനായ വ്യാപാരികൾ അവനെ വിറ്റുകളഞ്ഞത് ഈജിപ്തിലാണ്, മിശ്രദേശത്താണ്. നമുക്ക് കാണാൻ സാധിക്കുന്നു, ദൈവിക പദ്ധതിയുടെ തുടക്കം, വാഗ്ദത്ത നിവർത്തികൾ, അല്ലെങ്കിൽ അവന്റെ ദർശന പൂർത്തീകരണത്തിന്റെ തുടക്കമാണ് ആ വിറ്റ് കളഞ്ഞത്. ആർക്കാണ്, എവിടെയാണ് വിറ്റത്? മിസ്രൈമിൽ വിറ്റു. ആർക്ക് വിറ്റു? പോത്തിഫറിന് വിറ്റു. ജീവിതത്തിൽ ചില ചിന്തകൾ, ഒരുപക്ഷെ യോസെഫിന്റെ ജീവിതത്തിൽ ഒരു മരുഭൂമിയുടെ അവസ്ഥ തീർന്നു പോയല്ലോ, ചങ്ങലയുടെ അവസ്ഥകൾ തീർന്നു പോയല്ലോ, തന്റെ മൂക്കിലും കഴുത്തിലും കയ്യിലും കാലിലും ചങ്ങലകളിട്ട് ബന്ധിച്ചു കൊണ്ടുപോയ ദിനങ്ങൾ തീർന്നല്ലോ, സ്വാതന്ത്ര്യം വന്നല്ലോ. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു, ഈ പോത്തിഫർ അവിടെയുള്ള ഗാർഡുകളുടെ അല്ലെങ്കിൽ പടയാളികളുടെ ഒരു അധികാരിയെ, റൂളർ ഓഫ് ദി ഗാർഡ്, സ്വന്തം കുടുംബത്തെ ഗാർഡ് ചെയ്യുവാൻ, സംരക്ഷിക്കുവാൻ സാധ്യമല്ലാതെ വണ്ണം അവന്റെ ജീവിതത്തിൽ സ്വന്തം വൈഫിനെ അല്ലെങ്കിൽ ഭാര്യയെ, തന്റെ ജീവിതസഖിയെ സംരക്ഷിക്കുവാനായി പോത്തിഫറിന് സാധിച്ചില്ല. അവളുടെ സ്വഭാവത്തെ സംരക്ഷിക്കുവാൻ, അല്ലെങ്കിൽ അവളുടെ മോറൽ ലൈഫിനെ സംരക്ഷിക്കുവാൻ, അവളുടെ ജീവിതത്തെ സംരക്ഷിക്കുവാൻ അവൻ ചിന്തിച്ചു, എന്താ പറയാ, യോസേഫാണ് തെറ്റുകാരൻ. എത്രത്തോളം യോസേഫിന്റെ ജീവിതത്തിൽ ആ ദർശന പൂർത്തീകരണത്തിന് വേണ്ടി മാത്രമായി അവൻ നിന്ദിക്കപ്പെട്ടു, ദർശന പൂർത്തീകരണത്തിന് വേണ്ടി മാത്രമായി അവൻ നിന്ദിക്കപ്പെട്ടു, അപമാനിക്കപ്പെട്ടു, ദോഷങ്ങളാൽ അവൻ പരീക്ഷിക്കപ്പെട്ടു. പല ദോഷകരമായ അവസ്ഥകൾ, ചിന്തകൾ മിശ്രദേശത്തുള്ള എല്ലാവരുടെ ഹൃദയത്തിലും കടന്നുകൂടുമാറ് അസുമുഖനായ ആ പുരുഷൻ, ദൈവത്തിന്റെ വിശ്വസ്തനായ, ദൈവത്തിന്റെ വിശുദ്ധനായ ആ ദൈവപുരുഷൻ വളരെയധികം മാരകമായ, വേദനാജനകമായ, ഹൃദയം വെമ്പുന്ന അനവിധ പ്രതികൂലത്തിലൂടെ കടന്നുപോയി തടവറയിൽ
ഒരിക്കലും ഇനി ദർശനം പൂർത്തീകരിക്കപ്പെടുകയില്ലെന്ന് തോന്നുമാറ് അവന്റെ 4 ചുറ്റും അന്ധകാരം മാത്രം, കാണുവാൻ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. അവനോ ചിന്തിച്ചു, ആ പാനപാത്രവാഹകന്റെ ആ സ്വപ്നത്തിന്റെ അർത്ഥം അത് പൂർത്തീകരിക്കപ്പെടുമ്പോൾ തന്നെ ഓർക്കുവാൻ തക്കവണ്ണം ഒരു മനുഷ്യ സഹായം, ഒരു മനുഷ്യനെ ആശ്രയിക്കുവാൻ തക്കവണ്ണം ഒരു വെമ്പൽ അവന്റെ അകത്ത് വർഷങ്ങളായി താൻ അനുഭവിക്കുന്നതായ ആ ക്ലേശത്തിന്റെ മധ്യത്തിൽ അവൻ അറിയാതെ വെമ്പിപ്പോയി. പക്ഷേ ആ 2 വർഷക്കാലം അവനെ മറന്നു കളയുവാൻ തക്കവണ്ണം ദൈവം അപ്രകാരം ചെയ്തു. എന്നാൽ നമുക്ക് ദൈവവചനത്തിൽ ഇവിടെ നമുക്ക് വ്യക്തമായി നമുക്കെല്ലാം അറിയുന്ന ഒരു ഭാഗമാണ്. ഇവിടെ ദൈവം 20-ാം വാക്യത്തിൽ പറയുന്നു, രാജാവ് ആളയച്ചു, അവനെ വിടിവിച്ചു, ജാതികളുടെ അധിപതി അവനെ സ്വതന്ത്രനാക്കി. രാജാവ് ആളയച്ച് അവനെ വിടിവിച്ചു എന്ന് പറയുമ്പോൾ നിയമത്തെ മാറ്റിമറിക്കുന്ന ഒരു ദൈവം. രാജാവ് ആളയച്ച് അവനെ വിടുവിക്കണമെങ്കിൽ അത് നിയമത്തിന് വിരുദ്ധമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി പ്ലാൻ ചെയ്തതുകൊണ്ട് മാത്രമാണ് അങ്ങനെ സംഭവിച്ചത്. ഇവിടെ 22-ൽ പറയുന്നു, ഇവിടെ കാണുന്നു, തന്റെ ഭവനത്തിന് അവനെ കർത്താവായും തന്റെ സർവസമ്പത്തിനും അധിപതിയായും നിയമിച്ചു. അതിന്റെ 18-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു, അവൻ ദേശത്ത് ഒരു ക്ഷാമം വരുത്തി അപ്പം എന്ന കോലിനെ അശേഷം ഒടിച്ചു കളഞ്ഞു. ഈ യോസേഫിന്റെ ജീവിതത്തിന്റെ വാഗ്ദത്ത നിവർത്തീകരണത്തിന് വേണ്ടി ദൈവം ചെയ്ത ഒരു കാര്യം, മിസ്രയീമിൽ വലിയ ക്ഷാമം, അപ്പം എന്ന കോലിനെ ദൈവം ഒടിച്ചു കളഞ്ഞു. ഒരു വ്യക്തിക്ക് വേണ്ടി, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദർശനം പൂർത്തീകരിക്കപ്പെടുവാൻ, അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവിക പദ്ധതിയിലേക്ക് ആ വ്യക്തിയെ കൊണ്ടുവരുവാൻ തക്കവണ്ണം ഒരു മിസ്രയീമിൽ മൊത്തമായി ദൈവം ക്ഷാമമയക്കുകയാണ്. അനേക ലക്ഷം ജനങ്ങളുള്ള മിസ്രയീമിൽ ദൈവം എല്ലാവരുടെയും ഭക്ഷണമേശയെ ദൈവം എന്താ പറയുക, അത് കാലിയാക്കി തീർത്തു, അല്ലെങ്കിൽ എംറ്റിയാക്കി തീർക്കുന്ന ഒരവസ്ഥ. അവരുടെ ജീവിതത്തിൽ ഒന്നുമില്ല, ഒരു ധാന്യമില്ല, ഒന്നുമില്ലാത്ത അവസ്ഥയിലാക്കി തീർത്തു. എന്തിനു വേണ്ടി? ഒരു യോസേഫിന് വേണ്ടി. കഷ്ടം സഹിച്ചവനെ, അല്ലെങ്കിൽ ദർശനം പ്രാപിച്ച തിരഞ്ഞെടുക്കപ്പെട്ട ആ വ്യക്തിക്ക് വേണ്ടി ദൈവം എഴുന്നേറ്റ് പ്രവർത്തിക്കുവാൻ ഇടയെ തീർന്നു. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് വേണ്ടി എഴുന്നേറ്റ് പ്രവർത്തിക്കുന്ന ദൈവമാണ്. നമ്മുടെ പ്രതിസന്ധികളുടെ മധ്യത്തിൽ, നമ്മുടെ കഷ്ടതയുടെ തീച്ചൂടിയുടെ മധ്യത്തിൽ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു, 12-ാം വയസ്സിൽ നാം യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാകർത്താവായി സ്വീകരിച്ചു. എന്റെ ജീവിതത്തിൽ ഒരു വലിയ ദർശനമായിരുന്നു സുവിശേഷത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി കടന്നു പോകണം. പ്രതിസന്ധികളെല്ലാം ഉണ്ട്. ഭവനത്തിന്റെ ഏറ്റവും ഇളയ വ്യക്തിയായി ഞാൻ ജനിക്കുവാൻ ഇടയായി തീർന്നു. കേരളം വിട്ട് പുറത്ത് പോകുവാൻ അനുവാദമില്ല. എന്നാൽ ദൈവത്തിന്റെ വ്യക്തമായ പദ്ധതി ഉള്ളത് കൊണ്ട് മാത്രം 16-ാം വയസ്സിൽ ജമ്മു കാശ്മീരിൽ കടന്നു പോകുവാൻ, അവിടെ വെച്ച് സമ്പൂർണ്ണമായി പരിശുദ്ധാത്മാവിൽ, അതിനു മുൻപും അല്പമായി പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചിരുന്നാൽ സ്വാതന്ത്ര്യത്തോടെ ദൈവത്തെ ആരാധിക്കുവാൻ, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുവാൻ, സുവിശേഷത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി വടക്കേ ഇന്ത്യയിലെ പ്രവർത്തനങ്ങളിൽ കൈത്താങ്ങാകുവാൻ തക്കവണ്ണം ദൈവനെ ഉപയോഗിക്കുവാൻ തുടങ്ങി. ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു, ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടെങ്കിൽ, എന്റെ പിതാവ് ആഗ്രഹിച്ചത്, എന്റെ കൊച്ചുനാളിൽ പിതാവ് പറയുമായിരുന്നു, അവൾ പുറത്തെങ്ങും അവൾ വിടരുത്, ചെറിയ കുട്ടിയാണ്, പുറത്ത് വിടരുത്. പക്ഷെ ദൈവത്തിന്റെ പദ്ധതി ഉള്ളത് കൊണ്ട് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും കഴിഞ്ഞ 38 വർഷക്കാലമായി ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും കടന്നുപോയി ദൈവവചനം ശുശ്രൂഷിക്കുവാൻ, ദൈവത്തിന്റെ വചനത്തെ അനേകരോട് പറയുവാൻ തക്കവണ്ണം ചേരി പ്രദേശങ്ങളിൽ, അതുപോലെ തെരുവീതികളിൽ ദൈവവചനം ശുശ്രൂഷിക്കുവാൻ ദൈവം ശക്തീകരിക്കുന്നു. വചനം എത്താത്ത ഇടങ്ങളിൽ അനേകർ ക്രിസ്തുവിനെ കണ്ടെത്തുവാൻ തക്കവണ്ണം ഇടയായിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിന് ഒന്നും അസാധ്യമായിട്ടില്ല. നമ്മുടെ ജീവിതത്തിൽ നാം സമർപ്പിക്കുന്നുവെങ്കിൽ, ഒരു പെൺകുട്ടിയായിരുന്ന ഞാൻ എൻ്റെ ഹൃദയത്തിന് ആഗ്രഹിച്ചതാണ് മലയാളം മാത്രം അറിയുന്ന, വേറെ ഭാഷയൊന്നും അറിഞ്ഞുകൂടാ, ഹിന്ദി എങ്ങനെ സംസാരിക്കണമെന്നറിയില്ല, ഇംഗ്ലീഷ് എങ്ങനെ സംസാരിക്കണമെന്നറിയില്ല. എന്നാൽ ദൈവം ഓരോ സമയം ദൈവം അതാതിന്റെ സമയത്ത് കർത്താവ് നമ്മെ പഠിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ, ആ ദർശന പൂർത്തീകരണത്തിനായി യോസേഫിന്റെ ജീവിതത്തിൽ യോസേഫ് അവിടെ തന്നെ ഇരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ താൻ അവിടെ തന്നെ നിന്നിരുന്നുവെങ്കിൽ, തന്റെ ജീവിതത്തിൽ കഷ്ടം സഹിക്കുവാൻ താൻ തയ്യാറായില്ല എങ്കിൽ, ദൈവത്തോട് പിറുപിറുത്തെങ്കിൽ, അല്ലെങ്കിൽ അവൻ തന്റെ സഹോദരന്മാരോട് മല്ല് പിടിച്ച് അവരോട് എതിരിട്ട് അവരിന്ന് കുതറി ഓടി തിരികെ ഭവനത്തിൽ കടന്നുപോയെങ്കിൽ, ഒരിക്കലും അവന്റെ ജീവിതത്തിൽ ദൈവം കൊടുത്ത ദർശനം അവന് പ്രാപിക്കുവാൻ സാധ്യമല്ലായിരുന്നു. ഒരുപക്ഷെ പൊട്ടക്കിണറ്റിൽ നിന്നും അവൻ പുറത്തിറങ്ങി ഇശ്മായേലിന്റെ വ്യാപാരികളിൽ നിന്നും അവന് ഓടി ഒളിക്കാമായിരുന്നു. പക്ഷെ അനുസരണമുള്ളവനായി, ആ നഗ്നപാതനായി ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ അവൻ നഗ്നപാതനായി നടക്കുമ്പോഴും അവൻ നടന്നുപോയത് വാഗ്ദത്ത നിവർത്തീകരണത്തിലേക്ക്, ദർശന പൂർത്തീകരണം
പൂർത്തീകരണത്തിലേക്ക് എന്ന് യോസെഫിന് ബോധ്യമുണ്ടായിരുന്നു. ചുട്ടുപൊള്ളുന്ന മരുഭൂമിയുടെ അവസ്ഥ, ജീവിതത്തിന്റെ ചുട്ടുപൊള്ളുന്ന അവസ്ഥയിൽ ഞാൻ നടന്നു പോകുന്നത് എന്നെ തകർക്കുവാനല്ല, മറിച്ച് എന്നെ വിളിച്ച് വേർതിരിച്ച് എന്നെ തിരഞ്ഞെടുത്ത ദൈവത്തിന്റെ വാഗ്ദത്ത നിവർത്തീകരണത്തിലേക്കാണ് ഞാൻ പോകുന്നതെന്നുള്ള ഉത്തമ ബോധ്യമുണ്ടായിരുന്നു. നമ്മുടെ ജീവിതത്തിന്റെ അനവിധ കഷ്ടങ്ങൾ, നമ്മുടെ പരിതസ്ഥിതികൾ വളരെ മോശമാകുമ്പോൾ, നമ്മുടെ ചുറ്റുപാടുകൾ മോശമാകുമ്പോൾ, നാം ആശ്രയം വെക്കുന്ന വ്യക്തികൾ, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലുള്ളവർ, നമ്മുടെ ഭവനത്തിലുള്ളവർ, അല്ലെങ്കിൽ നാം സ്നേഹിക്കുന്നവർ നമുക്കെതിരായി നിൽക്കുമ്പോൾ, ഒരുപക്ഷെ യോസെഫിനെ പോലെ നാം നമ്മുടെ ജീവിതത്തിൽ പിറുപിറുക്കാതെ നാം സന്തോഷത്തോടെ, ഉല്ലാസത്തോടെ, ആനന്ദത്തോടെ ദൈവ പദ്ധതിക്കായി നമ്മെ വിട്ടുകൊടുക്കുന്നുവെങ്കിൽ, ദൈവ ശബ്ദത്തെ പരിപൂർണതയോടെ അനുസരിക്കുന്നുവെങ്കിൽ, ദൈവം നമ്മിലൂടെ ചിലത് ചെയ്യുവാൻ ഇടയായിത്തീരും. മോശയുടെ ജീവിതം നമുക്ക് കാണുവാൻ സാധിക്കുന്നു. മോശയ്ക്ക് വ്യക്തതയുണ്ടായിരുന്നു. മോശയുടെ അമ്മ ഫറവോന്റെ ഭവനത്തിലേക്ക് മോശയെ വിടുന്നതിന് മുൻപ് അവനെ അഭ്യസിപ്പിച്ച ദൈവവചനങ്ങളും അവന്റെ വിളിയെക്കുറിച്ചുള്ള ഉത്തമ ബോധ്യം കൊടുത്തപ്പോൾ മോശയ്ക്ക് അറിയാമായിരുന്നു, എബ്രായരെ വിടുവിക്കുവാനായി വിളിക്കപ്പെട്ടവനാണ് ഞാൻ. അതുകൊണ്ട് ഒരു എബ്രായനെ വിടുവിക്കുവാൻ തന്റെ സ്വയശക്തിയിലും സ്വയബലത്തിലും സ്വയ അഭ്യസനത്തിലും അല്ലെങ്കിൽ സ്വയ വിദ്യാഭ്യാസത്തിന്റെ മാഹാത്മ്യത്തിലും സ്വയ കായിക ബലത്തിലും അവൻ ചരണപ്പെട്ട് രക്ഷിക്കുവാൻ ശ്രമിച്ചപ്പോൾ അവൻ അവിടെ നിന്നും ഓടി മിദ്യാനിലേക്ക് ഓടിപ്പോകേണ്ടതായി വന്നു. ദൈവിക ട്രെയിനിങ്ങിലേക്ക് കടന്നു പോകേണ്ടതായി വന്നു. അവന്റെ സ്വയബലത്തിൽ അവൻ ആശ്രയിച്ചപ്പോൾ, സ്വയമായി പലതും ചെയ്യുവാൻ ശ്രമിച്ചപ്പോൾ ദൈവം പറഞ്ഞു, ഇതല്ല സമയം, ഇതുപോലെയല്ല ചെയ്യേണ്ടത്. കർത്താവിന്റെ കൃപ നമുക്ക് മതി. അവന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നതാണ്. അവനോട് ദൈവം അവനെ വിട്ട മിദ്യാൻ ദേശത്ത് ഒരു പക്ഷേ മോശ ചിന്തിച്ചിരിക്കാം, ഇനിയുള്ള നെക്സ്റ്റ് 40 years, 40 വർഷക്കാലം എന്റെ ജീവിതത്തിൽ, ഇനി 40 വർഷം അവന്റെ ജീവാവസാനത്തോളം അവിടെ ആ മിദ്യാനിൽ അമ്മായിയപ്പന്റെ ആടുകളെ മേച്ചുകൊണ്ട് അവിടെ ഏകനായി, ആരും അറിയാതെ, ഒരു മനുഷ്യനുമായി സംസർഗമില്ലാതെ ആടുകളുമായുള്ള കൂട്ടുകെട്ടിൽ അവിടെ തന്നെ കിടക്കാമെന്ന് ചിന്തിച്ച മോശയെ ഇനി ഒരിക്കലും മടങ്ങിപ്പോകണ്ട, എന്റെ ദർശനത്തിന് പൂർത്തീകരണമായി ഇനി ഒന്നും നടക്കുവാൻ പോകുന്നില്ല. ജീവിതത്തിൽ എല്ലാം മരുഭൂമിയുടെ അവസ്ഥകൾ, താൻ കണ്ട ദർശനം അല്ലെങ്കിൽ താൻ പ്രാപിച്ചതായ ആ ദൈവ ശബ്ദം, തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷകൾ മരുഭൂമിയുടെ അവസ്ഥയിൽ കിടക്കുമ്പോൾ അവന് ചിന്തിക്കുവാനോ വിശ്വസിക്കുവാനോ സാധ്യമല്ലാതെ വണ്ണം അവന്റെ ജീവിതത്തിൽ അവന്റെ സ്വയശക്തിയിൽ പോലും അവൻ ആശ്രയിച്ച് ചെയ്തതെല്ലാം നിഷ്ഫലമായി അതിന് സഫലമാകാതിരുന്ന സമയത്ത് ദൈവം സ്വർഗം അവന് വേണ്ടി ഇറങ്ങി വരികയാണ്. സർവശക്തനായ ദൈവം ആ മുൾപ്പടർപ്പിൽ മോശയ്ക്ക് വേണ്ടി ഇറങ്ങി വന്നു. മോശയോട് സംസാരിച്ച ദൈവം, ഞാനാകുന്നു. മോശ തിരസ്കരിച്ചപ്പോൾ, മോശ വേണ്ടെന്ന് വെച്ചപ്പോൾ ദൈവം താൻ തന്നെ ഇറങ്ങി വന്ന് മോശയോട് പറഞ്ഞു, ഞാൻ നിന്നെ വിളിച്ച ദൈവമാണ്, ഞാനാണ് നിന്നെ പരിശീലിപ്പിക്കുന്നവൻ. യോസെഫിന്റെ ജീവിതത്തിൽ ഒരു പരിശീലന കാലഘട്ടമായിരുന്നു സഹോദരന്മാരോടുള്ള തിക്താനുഭവം. ഭവനത്താൽ തള്ളപ്പെട്ടവനായി നന്മ ചെയ്തിട്ടും തിന്മ പ്രാപിക്കുവാൻ ഇടയായി തീർന്നത് പരിശീലന കാലഘട്ടമായിരുന്നു. പൊട്ടക്കിണറുകൾ, പരിശീലന കാലഘട്ടമായിരുന്നു. മരുഭൂമിയിൽ ഇശ്മായിലായ ആ വ്യാപാരികളുടെ പുറകാലെ നഗ്നപാതനായി നടന്നു പോവുക, തടവറയുടെ അനുഭവം, മോശപ്പെട്ട റിപ്പോർട്ടുകൾ, അവനെതിരായി സംസാരിക്കുന്ന ജനശബ്ദങ്ങൾ അവൻ കേട്ടത് അവന്റെ വാഗ്ദത്ത നിവർത്തീകരണത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് നടക്കുന്നത് കൊണ്ടായിരുന്നു. മോശയുടെ ജീവിതത്തിൽ ഒറ്റപ്പെടലുകൾ, 40 വർഷക്കാലം രാവും പകലും ദൈവത്താൽ അവൻ സ്ട്രെയിൻ ചെയ്യപ്പെട്ടു. ദൈവം അവിടെയുണ്ടോ? ദൈവ സാന്നിധ്യമില്ല. അവനെ ആസ്വദിക്കുവാനായി ദൈവ സാന്നിധ്യമില്ല. അവൻ ആസ്വദിക്കുവാനായി സഹോദരവർഗമില്ല. അവൻ ആസ്വദിക്കാനായി അവന്റെ ആരുമില്ല. വെറും ആടുകളുമായി നിന്ദിക്കപ്പെട്ട അല്ലെങ്കിൽ അപമാനിക്കപ്പെട്ട റെഡിക്യൂൾഡ് ആയിട്ട്, ഇൻസൾട്ടഡ് ആയിട്ടുള്ള സർക്കംസ്റ്റാൻസസ് അവന്റെ ജീവിതത്തിൽ, അങ്ങനെയുള്ള സാഹചര്യത്തിൽ മരുഭൂമിയുടെ അവസ്ഥയിൽ മോശയോ പിറുപിറുത്തില്ല, മറിച്ച് മോശ താഴ്മ ധരിക്കുവാൻ, സൗമ്യനായി തീരുവാൻ, ദൈവസന്നിധി താഴുവാൻ അവൻ തക്ക സമയത്ത് നമ്മെ ഉയർത്തുന്നതാകുന്നതുകൊണ്ട് അവന്റെ ബലമുള്ള കൈക്കിൽ താണിരിക്കുമെന്നുള്ള വചനപ്രകാരം നിന്റെ ഭാരമേ ഹോവിലമെങ്കിൽ ഇട്ടുകൊള്ളുക, അവൻ നിന്നെ പുലർത്തുമെന്നുള്ള വചനപ്രകാരം മോശ തന്റെ ജീവിതത്തിൽ തന്നെ ഭാരപ്പെടുന്ന വിഷയങ്ങളുമായി മുറുകെ പിടിച്ചിരിക്കാതെ തന്നെത്താൻ താഴ്ത്തപ്പെടുവാൻ, തന്നെത്താൻ സൗമ്യനാകുവാൻ, ദൈവത്താൽ വലിയ സാക്ഷ്യം പ്രാപിക്കുവാൻ, മോശയെ പോലെ സൗമ്യനായി ലോകത്തിൽ ആരുമില്ല എന്ന് ദൈവം പറയത്തക്ക രീതിയിൽ അവന്റെ ജീവിത സാഹചര്യങ്ങൾ അവനെ ഒടിച്ചു നുറുക്കി അവൻ
അവനെ തകർക്കുവാനല്ല, മറിച്ച് അവനെ അക്കുശവനായിരിക്കുന്ന ദൈവം അവനെ പണിയുവാൻ തക്കവണ്ണം, അവനെ അകത്തും പുറത്തും ദൈവം അവനെ പണിതു. അവനോട് സംസാരിച്ചു, ഇനി മടങ്ങിപ്പോക. എന്നാൽ മടങ്ങിപ്പോകാൻ വിസമ്മതിച്ചപ്പോൾ, തന്റെ സഹോദരനെ വിടുവാനായിട്ട് പറഞ്ഞപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, ദൈവം സഹോദരനല്ല, മറിച്ച് ദൈവം സംസാരിച്ചത് മോശയോടാണ്. തിരഞ്ഞെടുക്കപ്പെട്ടവരോടാണ് ദൈവം സംസാരിക്കുന്നത്. ദൈവം തന്റെ ശിഷ്യന്മാരോട് സംസാരിച്ചു, ജനത്തോട് പോയി ആലോചന പറയുവാനായി പറഞ്ഞു. ദൈവം സംസാരിക്കുന്നത് തിരഞ്ഞെടുക്കപ്പെട്ടവരോടാണ്. മോശയെ ദൈവം തിരഞ്ഞെടുത്തു. വിളിക്കപ്പെട്ട അഹരോനോട് ദൈവ ശബ്ദമായി നിൽക്കുവാൻ തക്കവണ്ണം, മോശ അവന് ദൈവത്തിന്റെ ശബ്ദമായി മാറുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ദൈവം സംസാരിക്കുന്ന തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ കഷ്ടത, അഹരോന്റെ ജീവിതത്തിൽ ആ കഷ്ടതയില്ലായിരുന്നു. തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ജീവിതത്തിന്റെ കഷ്ടത, ക്ഷാമം നേരിട്ട മിസ്രയീം ദേശത്ത് മിസ്രയീമിലുള്ള സകലർക്കും കനാനിലുള്ള സകലർക്കും സകല ഭൂതലമെമ്പാടും ക്ഷാമം വ്യാപരിച്ചപ്പോൾ അവർക്കെല്ലാം ഭക്ഷണം കൊടുക്കുവാൻ തക്കവണ്ണം ദൈവം ഉപയോഗിച്ചത് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്. വിളിക്കപ്പെട്ട യാക്കോബിന്റെ മറ്റ് സന്തതി പരമതി ഉണ്ടായിരുന്നു. എന്നാൽ ദൈവം ഉപയോഗിച്ചത് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്. കഷ്ടം അനുഭവിച്ചത്, ക്ലേശം അനുഭവിച്ചത് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്. നമ്മുടെ ജീവിതത്തിൽ നാം കഷ്ടതയുടെ തീച്ചൂടി കൂടി കടന്നു പോകുമ്പോൾ, പെരുവെള്ളങ്ങൾ നമ്മെ മുക്കിക്കളയുവാൻ തക്കവണ്ണം നമ്മുടെ മീതെ കവിഞ്ഞ് ഒഴുകുന്ന അവസ്ഥയിലേക്ക് കടന്നു പോകുമ്പോൾ, നമ്മുടെ താഴെയുള്ള മണ്ണ് പോലും ഒലിച്ചു പോകുന്നു എന്ന് ചിന്തിക്കത്തക്ക രീതിയിൽ, നമുക്ക് നിലനിൽപ്പെന്ന് ചിന്തിക്കത്തക്ക രീതിയിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ വലിയ പ്രതിസന്ധിയിലാകുമ്പോൾ ദൈവവചനം പറയുന്നു, നാം മുട്ടുമേൽ നിൽക്കുന്നുവെങ്കിൽ, നമ്മുടെ കരങ്ങൾ ഉയർത്തുന്നുവെങ്കിൽ, ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ നമ്മുടെ സമയങ്ങളെ കർത്താവുമായി സമയങ്ങളെ സ്പെൻഡ് ചെയ്യുന്നുവെങ്കിൽ, ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുന്നു, നമ്മുടെ സാഹചര്യങ്ങളെ മാറ്റിമറിക്കുന്ന ഒരു ദൈവം. യോസേഫ് തിന്നു കുടിച്ച് ആസ്വദിച്ച പൊട്ടക്കണത്തിൽ കിടന്നില്ല. അവൻ ആ ജയിലറിയിൽ, തടവറയിൽ അവൻ ആസ്വദിച്ചുകൊണ്ടല്ല കിടന്നത്. അവൻ ഇശ്മായേലിന്റെ ആ വിത്ത് കളഞ്ഞ പോത്തിഫറിന്റെ ഭവനത്തിൽ അവൻ തന്നെ സൂക്ഷിച്ചാണ് ജീവിച്ചത്. അവിടെ ഭോജനങ്ങളാലും അവിടെയുള്ള സുഖ സൗകര്യങ്ങളാലും അവൻ തന്നെ അശുദ്ധനാക്കിയല്ല ജീവിച്ചത്. ദാനിയേൽ, ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ തങ്ങളുടെ ജീവിതത്തിൽ ആ പാനീയങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ഭോജനം കൊണ്ട് തങ്ങളെ തന്നെ അശുദ്ധമാക്കാതെ ദൈവ വചനത്തിന് വേണ്ടി തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ നാം കടന്നു പോകുന്ന വഴികളിലുള്ള പ്രതിസന്ധികളൊന്നും മാറിയെന്നിരിക്കാം. പോത്തിഫറിന്റെ ഭവനം ഒരു നല്ല അവസ്ഥയെന്ന് തോന്നിയിരിക്കാം. എന്നാൽ അവിടെയും വളരെ ജാഗ്രതരൂഢരായി, വളരെ ജാഗ്രതയോടെ, വളരെ ശ്രദ്ധയോടെ, വളരെ ജാഗ്രതയോടെ ദൈവം എന്താണ് ഇതിനെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, ദൈവത്തിന്റെ ഹിതപ്രകാരം നമ്മുടെ ഓരോ സ്റ്റെപ്പുകളും വളരെ വിശ്വസ്തയോടെ, വളരെ വിശുദ്ധിയോടെ, നിർമ്മലതയോടെ നാം വെക്കുന്നുവെങ്കിൽ ദൈവത്തിന് നമ്മെ കുറിച്ച് ചില പദ്ധതികളുണ്ട്. മോശയുടെ ജീവിതത്തിൽ മോശയെ ദൈവം വിളിച്ചിറക്കി, അവനെ കൊണ്ട് ഒരു വടിയുമായി ദൈവം മോശയെ ഇറക്കിയെങ്കിൽ, ദൈവം മോശയെ അയച്ചപ്പോൾ മിദ്യാനിലേക്ക് ട്രെയിനിങ്ങിന് വേണ്ടി, പരിശീലനത്തിന് വേണ്ടി അയച്ചപ്പോൾ അവൻ ഒറ്റയാനായി ഓടിപ്പോകുന്ന അവസ്ഥയാണ്. എന്നാൽ അവൻ മിദ്യാനിൽ നിന്നും അവൻ മിസ്രയീമിലേക്ക് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അവൻ കടന്നു പോകുമ്പോൾ അവന്റെ പിന്നാലെ വരുവാൻ ലക്ഷോപലക്ഷം തിരഞ്ഞെടുക്കപ്പെട്ടവൻ കഷ്ടതയുടെ തീച്ചൂടിയിൽ പണിയപ്പെട്ടപ്പോൾ അവന്റെ പുറകാലെ ദൈവം അയച്ചത് ലക്ഷോപലക്ഷത്തെയാണ്. അവൻ ചെങ്കടലിന്റെ മുമ്പിൽ വന്നപ്പോൾ അവനെതിരായി സ്വന്തം സഹോദരിയും സ്വന്തം സഹോദരനും ദൈവത്തിന്റെ ശബ്ദം താൻ പറഞ്ഞു വന്ന അഹരോൻ പോലും തനിക്കെതിരായി, അല്ലെങ്കിൽ മിരിയാം പോലും തനിക്കെതിരായി സകലരും പിറുപിറുക്കുന്ന അവസ്ഥയിൽ അവൻ ഒറ്റപ്പെട്ടവനായി മുഴങ്കാൽ മടക്കി സ്വർഗത്തിലേക്ക് കരമുയർത്തി ദൈവം പറഞ്ഞത് അനുസരിച്ചുകൊണ്ട് ചെങ്കടലിന് മീതെ കരം നീട്ടിയപ്പോൾ ചെങ്കടൽ സർവശക്തനായ വഴിയാകുന്ന ദൈവം ആ ചെങ്കടൽ ഹല്ലേലൂയ ഒരു വഴിയൊരുക്കി. വഴിയാകുന്നവൻ മോശയ്ക്ക് വേണ്ടി ചെങ്കടലിന്റെ മധ്യത്തിൽ ഇറങ്ങി വന്ന് വഴിയായി ഒരു വലിയ കൂട്ടത്തെ വാഗ്ദത്ത നിവർത്തീകരണത്തിലേക്ക് കൊണ്ടുപോകുവാൻ തക്കവണ്ണം ദൈവം മോശ ഉപയോഗിക്കുവാനിടയായിട്ടു. തന്റെ ജീവിതത്തിന്റെ കഠിന വേദനയുടെ ശോധനയുടെ അവസ്ഥകൾ, തന്റെ ജീവിതത്തിന്റെ തകർച്ചയുടെ അവസ്ഥകൾ, തന്റെ ജീവിതത്തിന്റെ കണ്ണുനീരിന്റെ അവസ്ഥകൾ, പലപ്പോഴും താൻ ഒറ്റപ്പെട്ടിരുന്ന് കരഞ്ഞത്, അല്ലെങ്കിൽ താൻ നെടുവീർപ്പെടുന്നത്, താൻ ആ മലമുകളിൽ കയറിപ്പോയി 40 ദിവസവും രാത്രിയും പകലും ഉപവസിച്ചത്, പ്രാർത്ഥിച്ചത് ആരും കണ്ടില്ല എന്ന സ്വർഗത്തിലെ ദൈവം അത് കണ്ടു. അവൻ കടന്നുപോയി. അവൻ അനേകരെ ക്രിസ്തുവിലേക്ക്, അല്ലെങ്കിൽ ക്രിസ്തുവാകുന്ന വഴിയിലൂടെ, അവൻ ചെങ്കടലിലൂടെ ആ വഴിയാകുന്ന ക്രിസ്തു അവന് വേണ്ടി വഴി തുറന്നുകൊണ്ട്, അവന് വേണ്ടി മാത്രമല്ല തന്റെ ജനത്തെ, താൻ വിളിച്ച ജനത്തെ ദൈവം മോശയിലൂടെ പുറത്തു കൊണ്ടുവരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാം കഷ്ടം സഹിക്കുവാൻ തയ്യാറാണെങ്കിൽ, നാം നമ്മുടെ ദർശന നിവർത്തീകരണത്തിന് വേണ്ടി തീച്ചൂടിയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുവാൻ പിറുപിറുപ്പില്ലാതെ, ദൈവത്തോട് ഹൃദയത്തിൽ വേദന വെക്കാതെ, ദൈവത്തോട് ചോദ്യം ചോദിക്കാതെ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നാം തകർക്കപ്പെടാതെ ദൈവം മുൻപാകെ മുട്ടുമടക്കുന്നുവെങ്കിൽ, എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നുവെന്ന് ഇയ്യോബിന്റെ ജീവിതത്തിൽ ഇയ്യോബ് വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്. തന്റെ സ്വന്തം കൂട്ടുകാർ, തന്നെ ആഴമായി
സ്നേഹിക്കുന്നവർ അവർ തനിക്കെതിരെ പിറുപിറുത്തു, തനിക്കെതിരെ സംസാരിച്ചു. സ്വന്തം ഭാര്യ, തന്റെ സ്വന്തം സ്പൗസ്, തനിക്ക് വേണ്ടി വെച്ച ജീവിത സഖി തനിക്കെതിരായിരുന്നു. നമുക്ക് കാണാൻ സാധിക്കുന്നു ഇയ്യോബിന്റെ ജീവിതത്തിൽ. ഇയ്യോബ് ആ പ്രതിസന്ധിയുടെ മധ്യത്തിൽ ദൈവ മുൻപാകെ കവന്നു വീണു ആരാധിക്കുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ. തന്റെ ജീവിത സാഹചര്യങ്ങളുടെ മധ്യത്തിൽ ദൈവത്തോട് പിറുപിറുക്കുകയല്ല. എന്തുകൊണ്ട്? 10 ശവശരീരങ്ങളുടെ ഭവനത്തിൽ 7 പെൺകുഞ്ഞുങ്ങൾ, അവന്റെ ആ 10 മക്കളുടെ ആ ശവശരീരത്തിന് മുൻപിൽ അവനിരുന്ന് പൊട്ടിക്കരഞ്ഞ് ആ ശവശരീരത്തിന് മുൻപിൽ ദൈവത്തോട് ചോദ്യമല്ല ചെയ്തത്, മറിച്ച് ഇയ്യോബ് ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തിന്റെ മഹത്വം കരയറ്റുവാൻ. ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന്റെ നാമം മഹത്വം എടുക്കട്ടെ, ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ തക്കവണ്ണം ഇയ്യോബിന്റെ ജീവിതത്തിൽ ഇടയായി തീർന്നു. എനിക്ക് നല്ല കാഴ്ചശക്തി ഉണ്ടായിരുന്നു, 100% കാഴ്ചശക്തി, ദൂരെയുള്ള നല്ലതായി കാണാം. എന്നാൽ പെട്ടെന്ന് ഒരു പ്രാവശ്യം എന്റെ കണ്ണിന്റെ 75% നഷ്ടപ്പെട്ടു പോയി. അതിനുശേഷം എനിക്ക് ആദ്യമായി ക്രോണിക് ക്യാൻസർ എനിക്ക് വന്നപ്പോൾ അതിന്റെ ക്രോണിക് ക്യാൻസർ ആദ്യമായിട്ട് വന്നു. അതിലൂടെ ദൈവം എന്നെ വിടുവിക്കുവാൻ ഇടയായി തീർന്നു. എന്നാൽ 2019 എനിക്ക് ഒപ്റ്റിക് നെർവിൽ, എന്റെ കണ്ണിന്റെ ബ്രെയിനിന്റെയും കണ്ണിന്റെയും ഇടയ്ക്കുള്ള ഒപ്റ്റിക് തലച്ചോറിനും കണ്ണിനും ഇടയ്ക്കുള്ള ഒപ്റ്റിക് നെർവിൽ ആ ഞരമ്പുകളിൽ ക്യാൻസർ വന്നു. 90% കാഴ്ച നഷ്ടപ്പെട്ടു പോയി. 100% കാഴ്ച നഷ്ടപ്പെട്ടു പോകേണ്ടതാണ്. ദൈവത്തോട് പറയാൻ ഇടയിൽ തീർന്നു, ദൈവമേ കാഴ്ച നഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഞാൻ ദൈവത്തെ സേവിക്കും, ഒരിക്കലും പിറുപിറുപ്പില്ലാതെ. ഞാൻ കണ്ട ഏറ്റവും അധികം കണ്ട നിത്യതയുടെ ദർശനങ്ങളാണ് എൻ്റെ ജീവിതത്തിന്റെ പ്രതിസന്ധിയുടെ മധ്യത്തിൽ ഞാൻ കണ്ടത്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, എൻ്റെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധിയുടെ മധ്യത്തിലും എന്നെ ധൈര്യപ്പെടുത്തിയത് യോസേഫിന്റെ ജീവിതം, മോശയുടെ അതിലുപരിയായി യേശു ക്രിസ്തു താൻ തന്നെ ആ കഷ്ടാനുഭവത്തിൽ പങ്കാളികളാകുവാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ടവരായ നമ്മെ ദൈവം വിളിച്ചിരിക്കുന്നു, നമ്മെ ദൈവം വേർതിരിച്ചിരിക്കുന്നു. ദൈവത്തിന് നമ്മെ കുറിച്ച് വ്യക്തമായ പദ്ധതികളുണ്ട്. ദൈവത്തിന് പദ്ധതി ഉള്ളത് കൊണ്ടാണ് ആ വാഗ്ദത്ത നിവർത്തീകരണത്തിന് വേണ്ടി, ദർശന നിവർത്തീകരണത്തിന് വേണ്ടി ദൈവത്തിന് പദ്ധതി ഉള്ളപ്പോൾ ദൈവം നമ്മെ ചില അവസ്ഥകളിലൂടെ കടത്തിക്കൊണ്ടുപോകും. കഴിഞ്ഞ ദിവസം ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ വ്യക്തി പ്രകാരം പറഞ്ഞു, വർഷങ്ങളായി ജീവിതത്തിൽ വലിയ കഷ്ടതയുടെ തീച്ചുളകളാണ്, പ്രതിസന്ധികളാണ്, എന്നിത് തീരും. പ്രാർത്ഥിച്ചപ്പോൾ ദൈവം പറഞ്ഞു, ടെസ്റ്റിംഗ് പീരീഡ് കുറച്ചുകൂടിയുണ്ട്, പരീക്ഷക്കാലം, പരിശോധനയുടെ കാലം കുറച്ചുകൂടിയുണ്ട്. ആ വ്യക്തി പൊട്ടിക്കരയാനിടയിൽ തീർന്നു. അയ്യോ, ഇനിയും പരിശോധനയോ, വലിയ പരിശോധനകൾ, വർഷങ്ങളായി പരിശോധനകൾ. എന്നാൽ പരിശുദ്ധ വ്യക്തിയുടെ ഇപ്രകാരം പറയുവാൻ ഇടയിൽ തീർന്നു, തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയുടെ ജീവിതത്തിൽ കഠിനതമായ നമ്മുടെ വിളിക്കും തിരഞ്ഞെടുപ്പിനും അനുസരിച്ചാണ് നമ്മുടെ കഷ്ടതയുടെ ആ ദൈർഘ്യം, അല്ലെങ്കിൽ കഷ്ടതയുടെ ആ തീച്ചുളയുടെ അവസ്ഥ കടന്നു പോകുന്നത്. നാം അനുഭവിക്കുന്ന ഈ ഭവനത്തിൽ ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ ജീവിത സഖിയും 4 പേര് ഞങ്ങളുണ്ട്. എന്നാൽ ഞാൻ കടന്നുപോയ വേദനയുടെ അനുഭവങ്ങൾ, കഠിനമായ ശോധനയുടെ അനുഭവങ്ങൾ, 3 പ്രാവശ്യം ക്യാൻസറിനോട് മല്ലിട്ട്, മരണത്തോട് മല്ലിട്ട് ഞാൻ അനുഭവിച്ച അവസ്ഥകൾ നോക്കിക്കാണുവാൻ അവരുണ്ടായിരുന്നു. എന്നാൽ ആ കടന്നുപോയ അവസ്ഥ എന്ന് പറയുന്നത് വേദനാജനകമായ വലിയ അവസ്ഥകൾ. എന്ന അവസ്ഥയിൽ പരിശുദ്ധാത്മാവിനെ പഠിപ്പിച്ച അനേക പാഠങ്ങളുണ്ട്. നാം നമ്മുടെ ജീവിതത്തിന്റെ അന്നവിധ അവസ്ഥയുടെ കടന്നു പോകുമ്പോൾ അതേ അവസ്ഥയിലുള്ളവരെ പോറ്റി പുലർത്തുവാൻ, അല്ലെങ്കിൽ അതേ അവസ്ഥയിലുള്ളവരെ പ്രോത്സാഹിപ്പിക്കുവാൻ, അവരെ കൈത്താങ്ങൽ ചെയ്യുവാനാണ് ദൈവം ഈ അവസ്ഥയിലൂടെ നമ്മെ കടത്തിക്കൊണ്ടു. നമ്മുടെ ജീവിതത്തിന്റെ അന്നവിധ അവസ്ഥകൾ നമ്മിലൂടെ. യോസഫിന്റെ ജീവിതത്തിൽ തനിക്ക് പൊട്ടക്കിണറ്റിൽ ഭക്ഷണമില്ല, വെള്ളമില്ല. തന്റെ ജീവിതത്തിൽ ഇശ്മായിലിനായ വ്യാപാരികൾ ഭക്ഷണം കഴിച്ചപ്പോഴും അവർ കഴിച്ചു വീഴുന്ന ഭക്ഷണം പോലും പെറുക്കി തിന്നുവാൻ സാധ്യതയില്ലാതെ അവൻ ചങ്ങലക്കിട്ട്, അല്ലെങ്കിൽ ആ മരുഭൂമിയിൽ ചുറ്റുകൊള്ളുന്ന ആ മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ, ഭക്ഷണം കിട്ടാതെയാണ് അവൻ നടന്നത്. തടവറയിൽ അവന് ഭക്ഷണമില്ല. അല്പമായി പൊത്തിഫറിന്റെ ഭവനത്തിലുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. എന്നാൽ അവിടെ നിന്ദിക്കപ്പെട്ടു, അപമാനിക്കപ്പെട്ടു. അവന്റെ ജീവിതത്തിൽ ഒരു തരത്തിലും അവന്റെ ജീവിതത്തിൽ അവൻ കഷ്ടതയുടെ തീച്ചൂളയിലായത് അനേകർക്ക് ക്ഷാമകാലത്ത് അനേകരെ അപ്പത്തിന്റെ കോലത്തെ മുടിച്ചു കളഞ്ഞപ്പോൾ അനേകർക്ക് വേണ്ടി ദൈവം അവനെ ഉപയോഗിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. നമ്മുടെ ജീവിതത്തിൽ അന്നവിധമായ അവസ്ഥകൾ. ഞാൻ കടന്നു വന്ന ഭവനം എന്ന് പറയുന്നത് എല്ലാവിധത്തിലും നല്ല ഭോജനമുള്ള, നല്ല സ്ഥിതിവിശേഷമുള്ള ഒരു ഭവനത്തിൽ നിന്നാണ് ഞാൻ ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ചത്. എന്നാൽ അനേക വർഷക്കാലങ്ങൾ ഭക്ഷണമില്ലാതെ, ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കുവാനില്ലാതെ, വെള്ളം കുടിക്കുന്നത് നദിയിലെ വെള്ളം, കാശ്മീരിലുള്ള നദിയിലെ വെള്ളം, അല്ലെങ്കിൽ ഞങ്ങൾ കടന്നു പോകുന്ന വഴികളിലുള്ള നദിയിലെ വെള്ളം, വടക്കേ ഇന്ത്യയിലെ പല പ്രാവശ്യം മഹാരാഷ്ട്രയിലാണെങ്കിലും തെരുവീതികളിൽ നിന്ന് പ്രസംഗിക്കും, ട്രക്കിന്റെ മുകളിൽ നിന്ന് പ്രസംഗിക്കും. ഒരിക്കലും ഭക്ഷണം കിട്ടിയിരുന്നാൽ ഒരിക്കലും പിറുപിറുത്തിട്ടില്ല. കൂട്ടത്തുള്ളവർ പല പ്രാവശ്യം പിറുപിറുത്തപ്പോഴും ദൈവം എന്നോട്
അവനോട് പറഞ്ഞ് പിറുപിറുക്കണ്ട. കാരണം ഇന്ന് അനേക ചേരിയിലുള്ളവരെ, അല്ലെങ്കിൽ അനേക ഡെസ്റ്റിറ്റ്യൂട്ട്, വിധവമാർ, അനാഥർ, ഹോംലെസ്, ഭവനമില്ലാത്തവർ, അല്ലെങ്കിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ഭിക്ഷക്കാർ, യാചകരുടെ കൂട്ടത്തെ ക്രിസ്തുവിന് വേണ്ടി നേടുമ്പോൾ ഒരു കാര്യം അറിയാം: നമ്മുടെ ജീവിതത്തിന്റെ അനവിധ ദുഃഖങ്ങൾ, അനവിധ വേദനകൾ, അല്ലെങ്കിൽ അനവിധ അവസ്ഥകൾ, ഒരു നല്ല വസ്ത്രം ധരിക്കുവാനില്ലാതിരുന്ന അവസ്ഥകൾ, അത് എന്തുകൊണ്ടാണ്? ഭവനത്തിൽ വിളിച്ചു പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ടവരും വിളിച്ചു പറഞ്ഞാൽ അവർ തരും. എന്നാൽ ദൈവം പഠിപ്പിച്ചൊരു പാഠമുണ്ട്. വിശ്വാസ ജീവിതത്തിൽ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ ഉറ്റുനോക്കിക്കൊണ്ട് അവന്റെ മുൻപിൽ നാം മുട്ടുമടക്കുന്നുവെങ്കിൽ തക്ക സമയത്ത് അവൻ നമ്മെ ഉയർത്തുന്നതാകുന്നത് കൊണ്ട് അവന്റെ ബലമുള്ള കൈക്കിൽ താണിരിപ്പിന് എന്റെ ജീവിതാനുഭവത്തിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. 5 വർഷം മുമ്പ് ഇവിടെ ഈ ഗുരുദാസ്പൂരിൽ, ഭാരതത്തിലെ പല സംസ്ഥാനങ്ങളിൽ ചർച്ച് പ്ലാന്റ് മിഷണറിയായി ഞാൻ വർക്ക് ചെയ്തു. ഇവിടെ 5 വർഷം മുമ്പ് കടന്നു വരുമ്പോൾ ആദ്യമായിട്ടുള്ള വിശ്വാസി എന്ന് പറയുന്നത് ഒരു ഭിക്ഷക്കാരിയായി, യാചകിയായി, ജയിലിൽ നിന്ന് ഇറങ്ങി വന്ന ഒരു സഹോദരിയാണ്. അവരെ കുഞ്ഞുമായി കടന്നു വരികയാണ്. എന്റെ ജീവിതത്തെ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. അവർക്ക് കീറിപ്പറിഞ്ഞ വസ്ത്രം, നാറുന്ന വസ്ത്രം. അവർ കടന്നു വന്നപ്പോൾ അവരുടെ ഭവനം ചോദിച്ച് കടന്നുപോയ ചേരി പ്രദേശം മരിച്ചു കിടക്കുന്ന, മയക്കുമരുന്നിന് അടിമപ്പെട്ട് മരിച്ചു കിടക്കുന്ന പോലെ 100-ലധികം പേർ, 100-150-ലധികം പേർ മരിച്ച പോലെ കിടക്കുന്ന ഒരു ചേരി പ്രദേശം. മറ്റുള്ളവർ മദ്യപാനത്തിന് അടിമപ്പെട്ട് ഭൂതഗ്രസ്തരായി ഞങ്ങൾ അവിടെ കഴിച്ചപ്പോൾ അലറി ഓടുന്ന ഒരു വലിയ കൂട്ടം. എന്നാൽ അതിന്റെ മധ്യത്തിൽ ദൈവം തന്റെ വേല തുടങ്ങുവാൻ ഇടയെ തീർന്നു. ആ മയക്കുമരുന്നിന് അടിമപ്പെട്ടവരെല്ലാം തന്നെ, ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷണാംഗമായി സ്വീകരിക്കുവാൻ, പൈശാചിക ബന്ധനത്തിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ, അവരെ യേശു ക്രിസ്തുവിന്റെ അവരെ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധ നാമത്തിൽ സ്നാനപ്പെടുവാൻ, അഭിഷേകം പ്രാപിക്കുവാൻ, അന്യഭാഷകളിൽ ദൈവത്തെ ആരാധിക്കുവാൻ, അന്യഭാഷ എന്നുള്ള അടയാളത്തോടെ അവർ ദൈവത്തെ ആരാധിക്കുക മാത്രമല്ല, അവർ കേൾക്കുന്ന വചനം മറ്റുള്ളവരോട് പറയുവാൻ, അവരെ അന്യഭാവങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞ് അനേകരെ ക്രിസ്തുവിലേക്ക് നേടുന്ന ദൈവത്തിന്റെ ഭക്തരായി ഒരു വലിയ കൂട്ടത്തെ ചേരികളിൽ അലഞ്ഞു നടന്നവർ, തെരുവീതികളിൽ അലഞ്ഞു നടന്നവർ, സ്കൂളുകൾ ഒരിക്കലും കാണാത്ത കുഞ്ഞുങ്ങൾ, അവർ സ്കൂളുകളിലേക്ക് കടന്നു പോകുവാൻ, എന്റെ കുഞ്ഞുങ്ങൾ മരത്തിന്റെ ചോട്ടിൽ നിന്ന് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ തക്ക വേണം, മയക്കുമരുന്നിന് അടിമപ്പെട്ടവരോട് ക്രിസ്തുവിന്റെ സുവിശേഷം ഇന്നും പറയുവാൻ തക്ക വേണം, അവർക്ക് വേണ്ടി ഉപസിക്കുവാൻ, അവരെ തയ്യാർ ചെയ്യുവാൻ തക്ക വേണം. ഇന്ന് ഈ ഗുരുദാസ്പൂരില് ഒരു വലിയ യൂത്ത് മീറ്റിംഗ് ഈ 15-ാം തീയതി നടക്കാൻ പോവുകയാണ്. കുഞ്ഞുങ്ങളാണ്. അവരെ 10-11 വയസ്സ് ഉള്ള സമയത്ത്, 9-10 വയസ്സുള്ള സമയത്താണ് ഞങ്ങൾ ഇവിടെ കടന്നു വരുന്നത്. ആ സമയത്ത് അവർ ഇങ്ങനെ യൗവനക്കാരായിരിക്കുന്ന, അല്ലെങ്കിൽ മയക്കുമരുന്ന് അടിമപ്പെട്ട അനേക കുഞ്ഞുങ്ങളെ ക്രിസ്തുവിലേക്ക് നേടുവാൻ തക്ക വേണം. ഇന്ന് അവർക്ക് 16-15 വയസ്സുണ്ട്. ഇന്ന് ഇവിടുത്തെ യൂത്ത് കോൺഫറൻസ് ലീഡ് ചെയ്യുവാൻ തക്ക വേണം. അനേകരെ ക്രിസ്തുവിലേക്ക്, അനേക സഭകളുള്ളവരോട്, യൗവനക്കാരോട് യേശു ക്രിസ്തുവിനോട് കുറിച്ച് പറയുവാൻ തക്ക വേണം. അനേകരെ നശിച്ചു പോകുന്ന തലമുറകളെ ക്രിസ്തുവിലേക്ക് നേടുവാൻ തക്ക വേണം ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിനൊന്നും അസാധ്യമായിട്ട് നാം നമ്മളെ സമർപ്പിക്കുന്നവ, കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നുവെങ്കിൽ, നമുക്ക് നൽകിയിരിക്കുന്നതായ ഭവനത്തെ സമർപ്പിക്കുന്നവ, സമൂഹത്തെ സമർപ്പിക്കുന്നുവെങ്കിൽ, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, നോഹയ്ക്ക് 3 മക്കൾ, ഷേം, ഹാം, ജാഫെത്ത്. ആ സന്തതി പരമ്പരകളാണ് ഈ ലോകം മുഴുവൻ നിറഞ്ഞു കിടക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ സഹോദര വർഗങ്ങളാണ് കഷ്ടം അനുഭവിക്കുന്നത്. നാം ഭക്ഷണം കഴിക്കുന്നുവെങ്കിൽ മറ്റൊരു ഭവനത്തിൽ, അല്ലെങ്കിൽ ചേരികളിൽ ഭിക്ഷയാചിക്കുന്നവർ ഭക്ഷണം കഴിക്കുന്നുണ്ടോ? അലഞ്ഞു നടക്കുന്നവർ ഭക്ഷണം കഴിക്കുന്നുണ്ടോ? ഇവിടെ -ഡിഗ്രി എല്ലാം തണുപ്പ് വരുന്ന സമയങ്ങളുണ്ട്. ഈ വർഷമാണ് തണുപ്പ് കുറവ്. തണുപ്പ് എത്തിയിട്ടില്ല ശരിക്ക്. നല്ല തണുപ്പ്, മഞ്ഞ് മൂടിക്കിടക്കുന്നതായ മലകളെല്ലാം ചുറ്റുപാടുമെല്ലാം ഉണ്ട്. മഴ പെയ്യുമ്പോൾ ഐസ് വീണ് ഇവിടെയെല്ലാം നിറയുവാൻ ഇടയെത്തീരും. എന്നാൽ അങ്ങനെയുള്ള സാഹചര്യത്തില് ഒത്തിരി പേര് മരിച്ച്, ഒരു വസ്ത്രമില്ലാതെ, കാലിലിടുവാൻ ഒരു ചെരുപ്പില്ലാതെ, കുഞ്ഞുങ്ങളാണെങ്കിൽ ഒരു സോക്സ് പോലും ഇല്ലാതെ, നഗ്നരായി, അർദ്ധനഗ്നരായി അവർ മരിച്ചു വീഴുന്ന കാഴ്ച പലപ്പോഴും ഞങ്ങളുടെ തുടക്കത്തിൽ വന്ന സമയത്ത് കാണുവാൻ വേണ്ടി. ഇന്ന് ആരും അങ്ങനെ മരിക്കുന്നില്ല. അവർ ക്രിസ്തുവില്ലാതെ മരിക്കുന്നവരായിരുന്നു, അവർക്ക് ഭക്ഷണമില്ലാതെ മരിക്കുന്നവരായിരുന്നു, വസ്ത്രമില്ലാതെ മരിക്കുന്നവരായിരുന്നു. എന്നാൽ കർത്താവ് നാം വിശ്വസ്തയോടെ നിൽക്കുന്നുവെങ്കിൽ അവർക്കെല്ലാം കൊടുക്കുവാൻ തക്ക വേണം. അവരുടെ തണുപ്പിനെ അവരെ പുതപ്പിക്കുവാൻ തക്ക വേണം. അവർക്ക് വസ്ത്രം കൊടുക്കുവാൻ, അവരുടെ പാദത്തിന് മീൻസ് അവർക്ക് ഷൂ കൊടുക്കുവാൻ തക്ക വേണം. ഞാൻ കടന്നു വന്ന വഴികളിൽ പലപ്പോഴും ചെരുപ്പില്ലാതെ നടന്ന അവസ്ഥ എൻ്റെ ജീവിതത്തിലുണ്ട്. ചെരുപ്പില്ലാതെ അനേക വർഷങ്ങൾ നടന്ന അവസ്ഥയുണ്ട്. അത് എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുവാൻ ആഗ്രഹിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും ആരോടും ഒന്നും ചോദിച്ചിട്ടില്ല. കൊടും തണുപ്പിന്റെ അവസ്ഥയിൽ ഒരു സ്വെറ്റർ ഇല്ലാതെ, ഒരു കമ്പിളി പുതയ്ക്കുവാൻ
ഉറങ്ങുവാനില്ലാതെ പല രാത്രികളിലും ഉറങ്ങുവാൻ സാധിക്കാതെ പകലെങ്കിൽ സുവിശേഷ വേലയ്ക്ക് വേണ്ടി കടന്നു പോകും. രാത്രി മുതൽ വൈകുന്നേരം വരെ നടന്ന് സുവിശേഷ വേല ചെയ്യും. എന്നാൽ രാത്രി സമയങ്ങളിൽ ഉറങ്ങുവാൻ കഴിയാതെ തണുത്ത് വിറയ്ക്കുന്ന അവസ്ഥയിൽ അതെല്ലാം എന്തുകൊണ്ടാണ് ദൈവം ട്രെയിൻ ചെയ്തത്? അത് വേറെ ആരോടെങ്കിലും പറഞ്ഞെങ്കിൽ ഒരുപക്ഷെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യും. പക്ഷെ അതല്ല, ദൈവം അങ്ങനെ പറയുവാനായിട്ട് ഒരിക്കലും അനുവദിച്ചിട്ടില്ല. നമ്മുടെ ആവശ്യങ്ങൾ മറ്റുള്ളവരോട് പറയുവാൻ ഒരിക്കലും ദൈവം എന്നെ അനുവദിച്ചിട്ടില്ല. പല അനുഭവങ്ങൾ, കുഞ്ഞുങ്ങൾക്ക് ഫീസ് ഇല്ലാത്ത അവസ്ഥകൾ, കുഞ്ഞുങ്ങളെ സ്കൂളിൽ നിന്ന് ഇറക്കി വിട്ട അവസ്ഥകൾ, കൊറോണ കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടുവാൻ സാധ്യതയില്ലാത്ത അവസ്ഥകൾ, ആ സമയങ്ങളിലെല്ലാം മുട്ടുമടക്കി ഉപവസിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, ദൈവത്തിന്റെ വലിയ കരം കാണുവാൻ, ദൈവകരം ചലിക്കുന്നത് പലപ്പോഴും നാം ചിന്തിക്കുന്നത് ലേറ്റായി പോയി, താമസിച്ചു പോയി. അങ്ങനെയല്ല, ദൈവം പ്രവർത്തിക്കുമ്പോൾ അതിന്റെ ശ്രേഷ്ഠത, ദൈവം രാജാതി രാജാവാണ്. ദൈവം ചെയ്യുമ്പോൾ അതിന്റെ പൂർണ്ണതയിലാണ് ദൈവം ചെയ്യുന്നത്. ദൈവം എന്തെങ്കിലും ചെയ്തു തുടങ്ങിയാൽ അത് ദൈവം നിർത്തുന്ന ദൈവമല്ല. നമ്മിൽ ഒരു നല്ല പ്രവൃത്തി ആരംഭിച്ച ദൈവം അതിനെ പൂർത്തീകരിക്കുന്ന, അത് കംപ്ലീറ്റ് ചെയ്യുന്ന ദൈവമാണ്. ദൈവം നമ്മെ വിളിച്ചുവെങ്കിൽ ആ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. അവൻ നമ്മെ ഒരു നാളും കൈവിടുന്ന ദൈവമല്ല. ദൈവത്തിന്റെ കരത്തെ നാം വിഷയങ്ങളെ കൊടുക്കുന്നുവെങ്കിൽ ആ വിഷയത്തെ ഏറ്റെടുത്ത് നടത്തുവാൻ തക്കവണ്ണം ദൈവം വിശ്വസ്തനായ ദൈവം ഒരു നാളും നമ്മെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുമില്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, നമ്മെ തന്നെ ദൈവകരത്തിൽ ഏൽപ്പിക്കുന്നുവെങ്കിൽ, നമ്മെ തന്നെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നുവെങ്കിൽ, ഇയ്യോബ് ഇപ്രകാരം 42:2 പറയുവാനിടയിൽ തീർന്നു, ഐ നോ ദാറ്റ് യു ക്യാൻ ഡു ഓൾ തിങ്സ്. ഞാൻ അറിയുന്നു ദൈവമേ, നിനക്ക് സകലതും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമാകില്ല എന്ന് ഞാൻ അറിയുന്നു. ഐ നോ യു ക്യാൻ ഡു ഓൾ തിങ്സ് ആൻഡ് നോ പ്ലാൻസ് ഓഫ് യൂസ് ക്യാൻ ബി തോട്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇയ്യോബിന്റെ ജീവിതത്തിൽ അവന്റെ കഷ്ടത മാറിയിട്ടല്ല, മറിച്ച് വിശ്വാസത്തോടെ പറയാണ്. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നമുക്ക് സാധ്യമല്ല. അങ്ങനെയെങ്കിൽ നാം വിശ്വാസം എന്ന പരിച നമുക്കെതിരായി പല പരിശോധനകളുടെ തീയമ്പുകൾ, പരീക്ഷയുടെ തീയമ്പുകൾ, ശോധനയുടെ തീയമ്പുകൾ, ഇവിടെ യോസെഫിന്റെ ജീവിതത്തിലും ആ വചനം നിവൃത്തിയാകും വരെ അവൻ ചങ്ങലയ്ക്ക് വിലങ്ങിനിടപ്പെട്ടു, ശോധന ചെയ്യപ്പെട്ടു. അവന്റെ ജീവിതത്തിൽ കഷ്ടതയുടെ തീച്ചുള്ളിലൂടെ കടന്നുപോയി. ഒരു കഷ്ടം മാറുമ്പോൾ മറ്റൊന്നായി, ഒരു പ്രയാസം മാറുമ്പോൾ മറ്റൊന്നായി, ജീവിതത്തിൽ ഒന്നൊന്നായി കഷ്ടത്തിന് മുകളിൽ കഷ്ടമായി, ഒന്ന് തീരുമ്പോൾ മറ്റൊന്നായി. ജീവിതത്തിൽ അത് അവസാനിക്കാത്ത കഷ്ടമല്ല, മറിച്ച് വാഗ്ദത്ത നിവർത്തീകരണത്തിലേക്ക് ദൈവം നമ്മെ കൊണ്ടുപോവുകയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നാം ക്ഷീണിച്ചു പോകരുത്, മനസ്സ് മടുത്തു പോകരുത്. കഷ്ടതയുടെ തീച്ചൂളയുടെ മധ്യത്തിൽ നാം ഒരിക്കലും തകർന്നു പോകരുത്. മഹാരാഷ്ട്രയിൽ ഭവനമില്ലാത്ത അവസ്ഥയിൽ ഒരു സ്കൂളിന്റെ ഒരു കൊച്ചുമുറി, ഒരു പ്രൈമറി സ്കൂളിന്റെ ഒരു കൊച്ചുമുറിയിൽ അനേക നാളുകൾ താമസിച്ച് ടോയ്ലറ്റ് ഇല്ല, ഒന്നുമില്ല. അങ്ങനെയുള്ള അവസ്ഥയിൽ സകലതുമുള്ള അവസ്ഥയിൽ നാം കേരളത്തിൽ നിന്നും വിട്ട് സകലതുമുണ്ട്, നല്ല ഭക്ഷണമുണ്ട്, താമസ സൗകര്യമുണ്ട്, സ്വയമായ ഒരു മുറിയിൽ നമുക്ക് താമസിക്കാം, എല്ലാം ഉണ്ട്. എന്നാൽ ആ സാഹചര്യത്തിൽ നിന്നും ഒന്നുമില്ലാതെ, ഭക്ഷണമില്ല, ഒന്നുമില്ല, ആ അവസ്ഥയിൽ ആ മഹാരാഷ്ട്രയുടെ ആ മഹാരാഷ്ട്ര കഴിച്ചു കൂടിയ അവസ്ഥകൾ, മുകളിൽ മേൽക്കൂര മുഴുവൻ കുരുവിക്കൂടുകളാണ്. നാം എന്തെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം എന്തെങ്കിലും കഴിക്കാനുള്ള സമയത്ത് ആ കുരുവികൾ നിറഞ്ഞു കിടക്കുകയാണ്. നമ്മൾ ക്ലീൻ ചെയ്യാനൊക്കെ ആ മുകളിൽ നിന്നും വൃത്തിഹീനമായ അവസ്ഥകൾ എല്ലാം ഉണ്ട്. നമുക്കൊന്നും കഴിക്കുവാൻ സാധ്യമല്ല. പുറത്തുള്ള നദിയിൽ വെള്ളം കുടിച്ച് അനേക ദിവസങ്ങൾ. എന്തിനാണ് ഇങ്ങനെയുള്ള അവസ്ഥകളിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തി ഒരു പ്രാവശ്യം ക്യാൻസർ വന്നു, പിന്നെയും ക്യാൻസർ, മൂന്നാമതും ക്യാൻസർ, എന്തുകൊണ്ട് ഇങ്ങനെ അനവിധമായി അങ്ങനെ പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നു? ഒരിക്കലും നമ്മെ തകർക്കുക. നമ്മുടെ സമയത്തിന് മുമ്പ് നാം ഒരിക്കലും ഈ ലോകത്തൊന്നും മാറ്റപ്പെടുന്നില്ല, മറിച്ച് ദൈവം നമ്മെ ഒരുക്കി കൊണ്ടുവരികയാണ്. ദൈവത്താൽ വിളിക്കപ്പെട്ട അല്ലെങ്കിൽ വിശ്വാസ വീരന്മാരുടെ പട്ടിക നാം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു, അവരുടെ ജീവിതത്തിൽ അവർ സുഗമമായ ഒരു ഈസി ആയിട്ടുള്ള അല്ലെങ്കിൽ ആയാസകരമായ ഒരു യാത്രയല്ലായിരുന്നു അവരെ ക്രിസ്തീയ ജീവിതം അവർ നയിച്ചത്. അവരുടെ വിശ്വാസ ജീവിതത്തിൽ അവർ പ്രതിസന്ധികളുടെ തീച്ചൂളയിലാണ് കടന്നുപോയത്. അത് ഒരിക്കലും അവരുടെ ജീവിതത്തിൽ വാഗ്ദത്തമില്ല. എന്നും ഈ അവസ്ഥയാണ്. അങ്ങനെയല്ല, അവസ്ഥ മാറും, അസ്ഥിതി മാറും. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ അനേകർക്ക് ഭക്ഷണം കൊടുക്കുവാൻ, അനേക ചേരികളിൽ ഭക്ഷണം കൊടുക്കുവാൻ തൊക്കെ വേണം. അനേകർക്ക് കട്ടിലുകളിൽ, അവർ വെറും മണ്ണിലാണ് കിടന്നുറങ്ങുന്നത്, അവർക്ക് കട്ടില് കൊടുക്കുവാൻ, അവർക്ക് വാടക കൊടുക്കുവാൻ, അവർക്ക് പുതയ്ക്കുവാൻ പുതപ്പ് കൊടുക്കുവാൻ, അവർക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ ഗ്യാസ് ഇല്ല. കൊടും തണുപ്പിന്റെ സമയത്ത് അവർ ചുള്ളിലുകളും മീൻസ് കരിയിലുകളും എല്ലാം എവിടെയെങ്കിലും കിട്ടുമോ? കൊടും തണുപ്പാണ്, ഐസ് വീണ് കിടക്കുന്ന സമയത്ത് എവിടെ പോയി അന്വേഷിക്കാം? എന്നാൽ അവർക്കെല്ലാം ഗ്യാസ് സിലിണ്ടറുകൾ കൊടുക്കുവാൻ, ഗ്യാസ് കണക്ഷനുകൾ കൊടുക്കുവാൻ, അവർക്കൊന്നും ആധാർ കാർഡില്ല, ഒന്നുമില്ല. എന്നാൽ അവർക്ക് എല്ലാ ഡോക്യുമെന്റ്സ്, ഗവൺമെന്റ് ഡോക്യുമെന്റ്സ് കൊടുക്കുവാൻ, അവർ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടുവാൻ, ഇന്ന് പഠിക്കുന്ന കുഞ്ഞുങ്ങളായി ഭിക്ഷയാചിച്ച് നടക്കുന്നവരുടെ കുഞ്ഞുങ്ങൾ, അവർ നമ്മെ പോലെ അവർ പഠിക്കുവാൻ തൊക്കെ വേണം. ദൈവം അങ്ങനെയുള്ള മുഖാന്തരങ്ങളിൽ, ഒരു ദൈവത്തിനൊന്നും കഴിയാത്തതായിട്ടില്ല. നാം വിശ്വസ്തയോടെ ദൈവം പറയുന്നത് അതുപോലെ
അതുപോലെ ഏറ്റെടുക്കുന്നത്. പലപ്പോഴും നമുക്ക് പേഷ്യൻസ് ഇല്ല, ക്ഷമയില്ല. നമുക്ക് എന്താ പറയുക, വളരെയധികം നമ്മുടെ അകത്തൊരു തിടുക്കമാണ്. നമ്മൾ എന്ത് ചെയ്യണമെന്നുള്ള ഒരു വലിയ പ്രയാസമാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ബുദ്ധി ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധികളുടെ മധ്യത്തിലും നാം ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കുവാൻ തക്കവണ്ണം, നാം കുലുങ്ങിപ്പോകാതെ ഇരിക്കുവാൻ തക്കവണ്ണം. മോശയുടെ ജീവിതത്തിൽ മോശ ഒറ്റപ്പെട്ടവനായി ആ മരുഭൂമിയിലായിരുന്നത്, അവൻ മടങ്ങി വന്ന ജനത്തെ വിടുവിച്ചത്, അവൻ മറ്റനേകരെ അവൻ തയ്യാർ ചെയ്യുവാനിടയായി തീർന്നു. അവനിലൂടെ യോശുവയെ ദൈവം എഴുന്നേൽപ്പിക്കുവാനിടയായി തീർന്നു. അവനോട് ചേർന്ന് നടക്കുവാൻ തക്കണം, അവനെ ചേർന്ന് പഠിക്കുവാൻ തക്ക വേണം. മോശയെക്കാളും ഉത്സുകനായി ഇസ്രായേൽ ജനത്തിന് അവരുടെ വാഗ്ദത്ത ദേശം വിഭാഗിച്ചു കൊടുക്കുവാൻ തക്ക വേണം. കാലേബ് ദൈവത്തിന്റെ ആത്മാവുള്ളവനായി അങ്ങനെ ചിലരെയെല്ലാം തയ്യാർ ചെയ്യുവാൻ, അവനിലൂടെ ചില പ്രവൃത്തികൾ അവൻ ചെയ്തെടുക്കുവാൻ തക്ക വേണം. ഒരായുഷ്കാലം ശേഷിച്ച 40 വർഷക്കാലം അവൻ അനേകരെ തയ്യാർ ചെയ്യുവാൻ തക്ക വേണം. എന്നാൽ പിറുപിറുത്തവർ തയ്യാറായില്ല, ദൈവത്തോട് കൈപ്പായിരുന്നവർ തയ്യാറായില്ല, ദൈവത്തോട് ചോദ്യം ചോദിച്ചവരെ ദൈവത്തിന് തയ്യാർ ചെയ്യാൻ സാധിച്ചില്ല. എന്നാൽ വളരെ സൂക്ഷ്മതയോടെ മോശയുടെ വഴികളെ പഠിക്കുന്ന, മോശ നടന്നുപോയ പാതകളെ, അല്ലെങ്കിൽ അവൻ ഉപവസിച്ചപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ ശ്രദ്ധയോടെ അവനെ ശ്രദ്ധിച്ച് ആ പർവ്വതത്തിന്റെ താഴ്വാരത്തിൽ അവന് വേണ്ടി കാത്തിരുന്ന യോശുവയെ അഗ്നിമയമായ അല്ലെങ്കിൽ അഗ്നിജ്വാലയ്ക്ക് തുല്യമായ കണ്ണുകളുള്ള ദൈവത്തിന്റെ കണ്ണുകൾ കണ്ടു അവനെ വേർതിരിക്കുവാനിടയായി തീർന്നു. ആ കാലേബ്, വ്യത്യസ്ത ആത്മാവുള്ള കാലേബിനെ ദൈവത്തിന്റെ അഗ്നിജ്വാലയ്ക്ക് തുല്യമായ കണ്ണുകൾ കാണുവാനിടയായി തീർന്നു. ഒരുപക്ഷെ നമ്മളെ കാണുന്നത് മനുഷ്യർ പുറമേ ഉള്ളത് നോക്കുന്നു. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, 1 ശമൂവേൽ 16 അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതിന്റെ 17 വാക്യത്തിൽ ദൈവം നമ്മുടെ ഹൃദയങ്ങളെ നോക്കുന്ന ദൈവമാണ്, നമ്മുടെ മനസ്സിനെ നോക്കുന്നത്, നമ്മുടെ അകത്തുള്ളതിനെയാണ് ദൈവം നോക്കുന്നത്. ദൈവം തൂക്കി നോക്കുന്ന തുലാസിൽ ദൈവം നമ്മെ തൂക്കി നോക്കുന്ന, നമ്മൾ കുറവില്ലാത്തവരായി തികവുള്ളവരായി നമ്മൾ തുലാസിൽ ദൈവം തൂക്കുമ്പോൾ നാം കുറവില്ലാത്ത തികഞ്ഞവരായി കാണുവാൻ തക്കവണ്ണം ദൈവം നമ്മെ നോക്കുമ്പോൾ നാം എല്ലാത്തിനും തികവുള്ളവരായി തീരുവാൻ തക്കവണ്ണം അതിനു വേണ്ടിയാണ് നമ്മുടെ ജീവിതത്തിൽ ചില ഫർണസിന്റെ അനുഭവങ്ങൾ, തീച്ചൂളിയുടെ അനുഭവങ്ങൾ. ആ കുശവനോട് നമുക്ക് ചോദിക്കുവാൻ അവകാശമില്ല, കുശവ നീ എന്നെ കുഴച്ചല്ലോ, നീ എന്നെ പണിതല്ലോ, എന്റെ ഇഷ്ടപ്രകാരം അല്ലല്ലോ നീ എന്നെ പണിതത്, ഞാൻ ആഗ്രഹിച്ചത് ഒരു പൂജയാകുവാനാണ്, എന്നാൽ നീ എന്നൊരു മൺകുടമായിട്ടല്ലേ പണിതത്. ഞാൻ ആഗ്രഹിച്ചത് ഒരു പ്ലേറ്റ് ആയി തീരുവാൻ, എന്നാൽ നീ എന്നൊരു ചട്ടി പോലെയല്ലേ പണിതത്. ഞാൻ ആഗ്രഹിച്ചത് ഒരു കപ്പായി തീരുവാൻ, എന്നാൽ നീ എന്നെ ഗ്ലാസ് ആക്കിയല്ലേ പണിതതെന്ന് കുശവനോട് ചോദിക്കുമ്പോഴും കുശവൻ അവന്റെ ഇഷ്ടപ്രകാരമാണ് പണിയുന്നത്. അവന് മണ്ണിന്റെ ഇഷ്ടം നോക്കുന്നില്ല, മണ്ണിന്റെ ഹിതം നോക്കുന്നില്ല. എന്നാൽ പണി തീർന്നു കഴിയുമ്പോൾ സമാധാനമായി പണി തീർന്നല്ലോ എന്ന് ചിന്തിച്ചിരിക്കുന്ന മണ്ണിനോട്, അല്ലെങ്കിൽ ആ പാത്രത്തിനെ എടുത്ത് തീയിലേക്ക് ഇടുമ്പോൾ, ആ തീയുടെ ജ്വാലയിലേക്ക് ഇടുമ്പോൾ അതിനെ തകർക്കുവാനല്ല, മറിച്ച് അതിനെ ശക്തീകരിക്കുവാൻ തക്കവണ്ണം, അതിന് യോഗ്യത ഉള്ളതാക്കി തീർക്കുവാൻ തക്കവണ്ണം, അതിനെ പണിതെടുക്കുവാൻ തക്കവണ്ണം, അനേകർക്ക് പ്രയോജനമുള്ളതാക്കി തീർക്കുവാൻ തക്കണം. അതിൻ്റെ അകത്ത് ചില നിധിയെ, ചില ഖജാനകളെ, ചില നിധിയെ ഇടുവാൻ തക്കവണ്ണം, ആ ക്രിസ്തുവാകുന്ന നിധി നമ്മളിൽ ജ്വലിക്കുവാൻ തക്കവണ്ണം, തേജസ് നമ്മളിലൂടെ ജ്വലിക്കുവാൻ തക്കവണ്ണം, ദൈവിക തേജസ്സിന് വേണ്ടി യോഗ്യ പാത്രമാക്കി, മാനപാത്രമാക്കി, കോപപാത്രമല്ല കരുണാപാത്രങ്ങളാക്കി. അതുകൊണ്ടല്ല യോസെഫ് ഉൽപ്പത്തി പുസ്തകം 50:20 പറയുന്നു, നിങ്ങളോ എനിക്ക് ദോഷമായി ചെയ്തതെങ്കിലും ബഹുജനത്തിന്റെ രക്ഷയ്ക്കായി ഇന്നത് നന്മയ്ക്കായി തീർന്നു എന്ന് പറയത്തക്ക രീതിയിൽ അനേക ദോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, അനേക തിന്മകൾ കടന്നു വരുമ്പോൾ, അനേക കുറ്റാരോപണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, അനേക പ്രതിസന്ധിയുടെ തീച്ചൂളിലൂടെ ദൈവം നമ്മെ കടത്തിവിടുമ്പോൾ ഒരിക്കലും ദൈവത്തോടും മനുഷ്യനോടും നമുക്ക് ക്വസ്റ്റ്യൻ ഇല്ല, ചോദ്യമില്ല. മറിച്ച് നമുക്കറിയുന്ന ഒരു കാര്യമുണ്ട്, നാം വിളിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലല്ല, മറിച്ച് നാം ആയിരിക്കുന്ന തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കൂട്ടത്തിലാണ്. തിരഞ്ഞെടുപ്പുള്ള വ്യക്തിയുടെ ജീവിതത്തിൽ അനവിധ കഷ്ടതയുടെ തീച്ചൂളിലും കടന്നു പോകണം. നമുക്ക് പിറുപിറുപ്പില്ല, ദൈവത്തോട് നന്ദി പറയാൻ, സ്തോത്രം എന്ന യാഗം അർപ്പിക്കുവാൻ. അവൻ നല്ലവനല്ലോ, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവാൻ. അവൻ നല്ലവനല്ലോ, അവന്റെ എന്നേക്കുമുള്ളത്. അവൻ ഇടയനായിരിക്കുമ്പോൾ അവൻ പച്ചയെ പുൽപ്പുറങ്ങളിൽ നമ്മളെ കൊണ്ടുപോകുന്നു. എന്നാൽ ഒരു കൂരിരുൾ താഴ്വര നമുക്ക് വേണ്ടിയുണ്ട്. കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. ദൈവത്തോട് പറയാം, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നുവല്ലോ, എന്നെ സമാധാനിപ്പിക്കുന്ന, എന്നെ ആശ്വസിപ്പിക്കുന്ന. യോസെഫ് തന്റെ ജനത്തെ ആശ്വസിപ്പിക്കുന്നവനായി തീർന്നു. ദൈവത്താൽ അവൻ ആശ്വസിക്കപ്പെട്ടു, ദൈവത്താൽ അവൻ ശക്തീകരിക്കപ്പെട്ടു. അവൻ അനേകരെ ശക്തീകരിക്കുവാൻ, സ്വന്തം സഹോദരന്മാരെ, തന്നെ തിരസ്കരിച്ചവരെ, തനിക്ക് തിന്മ ചെയ്തവർക്ക് ആശ്വാസമായി തീരുവാൻ തക്കവണ്ണം, ശക്തീകരിക്കുവാനും തക്കവണ്ണം, അവരിലുള്ള ഭയത്തെ നീക്കുവാൻ, അവരെ ധൈര്യപ്പെടുത്തുവാൻ തക്കവണ്ണം ദൈവം യോസെഫിനെ
യോസേഫിനെ ഉപയോഗിക്കുവാൻ, മോശെ ഉപയോഗിക്കുവാൻ, മോശ തിരിഞ്ഞു നിന്ന് അവരോട് പിറുപിറുത്തില്ല, മോശ തിരിഞ്ഞു നിന്ന് അവരോട് എന്തെങ്കിലും സംസാരിച്ചില്ല. മറിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നു അവരെല്ലാം സൗമ്യതയോടെ അത് സ്വീകരിക്കുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തെ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനായ ദൈവമാണ്. അവൻ നമ്മെ കൈവിടുന്ന ദൈവമല്ല. ഭൂമിയുടെ അവസാനത്തോളം നമ്മോട് കൂടിയിരിക്കുന്ന ദൈവമാണ്. ദൈവം നമുക്ക് പരിശുദ്ധാത്മാവിനെ നൽകിയെങ്കിൽ നാം അന്യഭാഷകളിൽ ദൈവത്തെ ആരാധിച്ച് സ്തുതിച്ചുകൊണ്ട് നാം ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ ഇരിക്കുവാനല്ല, മറിച്ച് ദൈവത്തിന്റെ വചനത്തിൽ കാണുന്നു അന്യഭാഷ പ്രാപിച്ചവർ എഴുന്നേറ്റ് പ്രകാശിക്കുവാൻ തക്കണം. നമ്മുടെ പ്രകാശം വന്നിരിക്കുന്നു, ദൈവത്തിന്റെ തേജസ് നമ്മുടെ മേൽ ഉദിച്ചിരിക്കുന്നു. നാം എഴുന്നേറ്റ് പുറത്തിറങ്ങുവാൻ ദൈവം പറയുന്നതായ ആ സാക്ഷ്യങ്ങളും വചനങ്ങളും അനേകരോട് പറയുവാൻ തക്കവണ്ണം ഇന്ന് അനേക ക്രിസ്തുവിനെ ഈ ഗ്രാമപ്രദേശങ്ങളിൽ അനേക ക്രിസ്തുവിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അനേക ക്രിസ്തുവിലേക്ക് ആദായപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കുലിയാളികൾ ക്രിസ്തുവിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഈ ഞാനായിരിക്കുന്നതായ ഈ വാടക വീടിന്റെ അകത്തും കുലിയാളികൾ കടന്നു വന്ന് ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ, ഉപവാസത്തിന്റെ പ്രാർത്ഥനയുടെ മധ്യത്തിൽ അവർ ക്രിസ്തുവിന് വേണ്ടി അവരുടെ ജീവിതം കൊടുക്കുവാൻ ആ കുലിയാളികൾ കടന്നുപോയ ആ തടവറയുടെ അകത്ത് അവർ ക്രിസ്തുവിന്റെ സാക്ഷിയെ തീരുവാൻ ഇന്ന് ക്രിസ്തുവിലേക്ക് കടന്നു വന്ന ആ പൈതൽ ഇവിടെ അവൻ സ്വന്തം കൂട്ടുകാരനെ വെട്ടിക്കൊന്ന അവൻ ആ തടവറയുടെ അകത്ത് അവൻ ക്രിസ്തുവിന്റെ യോദ്ധാവായി 8 പേരെ ക്രിസ്തുവിലേക്ക് നേടുവാൻ തക്കണം. മയക്കുമരുന്ന് അടിമപ്പെട്ട കുഞ്ഞ് ഇവിടെ കടന്നു വന്ന് 40 ദിവസം ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സമയത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവരുവാൻ ഇടയായി തീർന്നു. അവനോട് ദൈവവചനം പറയുവാൻ, അവൻ ദൈവത്തിന്റെ കരയുവാൻ, അവന്റെ ജീവിതത്തെ ക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കുവാൻ തക്ക വേണം. അവന്റെ ജീവിതത്തിൽ അവന് മനസ്സിലായി ദൈവത്തിന്റെ നിയമത്തിന് മുൻപിൽ നാം ശ്രേഷ്ഠരായി ജീവിക്കണം. ദൈവത്തിന്റെ നിയമത്തിന്റെ മുൻപിൽ അതുപോലെ ദൈവത്തിന്റെ വചനത്തെ അനുസരിച്ച് ജീവിക്കുവാൻ തക്ക അവന്റെ ജീവിതത്തെ സമർപ്പിച്ചു. ദൈവവചനം പറയുന്നു, നാം സഹോദരനെ പകയ്ക്കുന്നുവെങ്കിൽ കുലപാതകന് തുല്യനാണ്. എന്റെ ജീവിതത്തിന്റെ അനുഭവത്തിലൂടെ ഞാൻ അവനോട് സംസാരിച്ചു. ലോകത്തിന്റെ നിയമത്തിന് മുൻപിൽ നീ കുലയാളിയാണെങ്കിലും ദൈവത്തിന്റെ നിയമത്തിന് മുൻപിൽ അനേക കുലയാളികളാണ്. അവർക്ക് പകയുടെ ആത്മാവുണ്ട്, ക്ഷമിക്കുവാൻ കഴിയാത്ത കയ്പിന്റെ അനുഭവങ്ങളുണ്ട്. എന്നാൽ ആ പൈതൽ ഈ വചനങ്ങളെ അറിഞ്ഞപ്പോൾ അവൻ 3.5 മണിക്കൂറോളം മുട്ടുമേൽ നിന്ന് കരയുവാനും അവന്റെ ജീവിതം ക്രിസ്തുവിനെ സമർപ്പിക്കുവാൻ ഇടയായിട്ടുണ്ട്. അവൻ മുഖാന്തരം അവൻ കടന്നുപോയി തടവറയിൽ ഒരു വ്യക്തി ക്രിസ്തുവിലേക്ക് കടന്നു വന്നു. 8ഓളം പേർ ക്രിസ്തുവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുവാൻ തക്ക വേണം. ആ മയക്കവിനും മദ്യപാനത്തിനും അടിമപ്പെട്ട് സ്വന്തം കൂട്ടുകാരനെ വെട്ടിക്കൊന്ന ആ കുഞ്ഞിനെ കർത്താവ് കരങ്ങളിലെടുത്ത് ഉപയോഗിക്കുന്ന തടവറയിലെ വാതിലുകൾ ദൈവം എനിക്ക് വേണ്ടി തുറന്നു തരുവാൻ ഇടയായി തീർന്നു. അവന് പേരെഴുതി വെച്ചതുകൊണ്ട് തടവറയിൽ കടന്നു പോകുവാൻ, സുവിശേഷം പറയുവാൻ, ഈ ഗുരുദാസ്പൂരിൽ ദൈവത്തിന്റെ വചനവുമായ തടവറയിലേക്ക് കടന്നു പോകുവാൻ ദൈവം വഴികളെ തുറന്നു. ദൈവത്തിനൊന്നും കഴിയാത്ത നമ്മുടെ കരങ്ങളിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന താലന്തുകളെ നാം വിശ്വസ്തയോടെ വിനിയോഗിപ്പാൻ ദൈവം എല്ലാ വഴികളും അടയപ്പെടുമ്പോൾ ദൈവം തുറക്കുന്ന വഴിയുണ്ട്. എല്ലാ വാതിലുകളും അടയപ്പെടുമ്പോൾ ഇവിടെ സുവിശേഷം പബ്ലിക്കായിട്ട് 400ഓളം പേരോട് ദൈവജനം എല്ലാ ദിവസവും കടന്നുപോയി പറയുന്ന ഒരു സമർപ്പണത്തോടെ 400ഓളം ബൈബിൾ കൊടുക്കുന്ന ഇതിന്റെ സിംഗിൾ ലൈഫിലും 400ഓളം ബൈബിൾ ഉത്തർ ഭാരതത്തിൽ വടക്കേ ഇന്ത്യയിലെല്ലാം കൊടുക്കുവാൻ അനേക സ്ട്രീറ്റുകളിൽ കടന്നുപോയി വചനം പറയുവാനെല്ലാം എനിക്ക് ഇടയായിട്ടുണ്ട്. എന്നാൽ അപ്രകാരമുള്ളൊരു സ്വാതന്ത്ര്യം ഇന്നിവിടെയില്ല. നമ്മുടെ സഹോദരന്മാരെ 2 പേരെ 2 വർഷം മുമ്പ് ജയിലിൽ പിടിച്ചിടുവാൻ ഇടയായി തീർന്നു. ആ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു. അധികാരികൾ ഇവിടെ വന്ന് വിലക്ക് ചെയ്തു. നമുക്ക് പുറത്തു പോയി ഇറങ്ങി പ്രവർത്തിക്കുവാൻ സാധ്യമല്ല, തടവറയിലാക്കുമെന്ന് പറഞ്ഞു. എന്നാൽ ദൈവം ഇവിടെ തന്നെ അനേകരെ ഈ കഴിഞ്ഞ ദിവസവും ഒരു ഗ്രാമത്തിൽ കടന്നുപോയപ്പോൾ അനേകർ മുട്ടുമേൽ നിന്ന് ക്രിസ്തുവിനെ സ്വീകരിക്കുക. നാം ഒരിക്കലും കാണാത്തവരാണ്, നാം അറിയാത്ത വ്യക്തികളാണ്, നാം അറിയാത്ത ഗ്രാമങ്ങളാണ്. നാം കടന്നു പോകുമ്പോൾ ദൈവത്തിന്റെ വചനം അത് വേഗത്തിൽ പ്രവർത്തിക്കുന്ന വചനം, ആ വചനം ഇരുമാറ്റുള്ള ഏത് വാളുകൾ മൂർച്ചുള്ള ദൈവത്തിന്റെ വചനം മനസ്സുകളെ ഹൃദയങ്ങളെ തുറന്നുകൊണ്ട് അനേക ക്രിസ്തു യൗവനക്കാരും സഹോദരിമാരും സഹോദരന്മാരും ദൈവസന്ധി മുട്ടുമടക്കി കണ്ണുനീരോടെ ക്രിസ്തുവിനെ സ്വീകരിക്കുവാനും സ്നാനം എന്തെന്ന് അവരോട് പറഞ്ഞപ്പോൾ പാപത്തെ വെറുത്ത് പാപത്തെ കുഴിച്ചിടുവാൻ തക്കണം, പാപ ജീവിതത്തോട് നോ പറഞ്ഞുകൊണ്ട് വിശുദ്ധിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ക്രിസ്തുവിനെ പിൻപറ്റുവാൻ തക്കവണ്ണം സ്നാന ജലത്തിലൂടെ ദൈവത്തെ സാക്ഷീകരിക്കാൻ പറഞ്ഞപ്പോൾ അനേകര തീരുമാനത്തിലേക്ക് കടന്നു വരുവാൻ തക്കണം. ഓരോ ദിവസവും ദൈവം ഉത്തമമായി ചെയ്യുന്നു, ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്നു. ദൈവം തന്റെ വചനത്തെ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളും ഉറയ്ക്കുന്ന അനേക സാക്ഷ്യങ്ങൾ പറയുവാനുണ്ട്, അനേക അനുഭവങ്ങളുണ്ട്. ദൈവം വിശ്വസ്തനായ ദൈവമാണ്. നമ്മുടെ കണ്ണുകളെ നമുക്ക് ഒരു നിമിഷം ദൈവസന്നിധിയിൽ അടയ്ക്കാം. ദൈവസന്നിധി നമുക്ക് കഴിയുമെങ്കിൽ നാം ഇരിക്കുന്ന സ്ഥാനത്ത് മുട്ടുമേൽ നിന്നുകൊണ്ട് കരങ്ങളെ ഉയർത്തിക്കൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ കർത്താവിന് വേണ്ടി സമർപ്പിക്കാം. നാം കടന്നു പോകുന്ന വഴിയിലുള്ള പ്രതിസന്ധികൾ, ആ കല്ലിന്റെ അവസ്ഥകൾ, മുള്ളിന്റെ അവസ്ഥകൾ, ഇടുങ്ങിയ അവസ്ഥകൾ, നമുക്ക് കാണുവാൻ കഴിയാതെ വണ്ണം അന്ധകാരം നിറഞ്ഞ ആ മരുഭൂമിയുടെ അവസ്ഥകൾ അല്ലെങ്കിൽ തീച്ചുളി അവസ്ഥകൾ, നാം വഴി നോക്കുമ്പോൾ വഴി കാണുന്നില്ല, മരുഭൂമിയാണ്. നാം നടന്നു പോകുമ്പോൾ പെരുവെള്ളമാണ്, മുന്നിൽ വഴിയില്ല. എന്നാൽ വഴിയാകുന്ന ക്രിസ്തു പറയുന്നു, ഞാൻ നിനക്ക് വേണ്ടി വഴി തുറക്കും,
ഞാനാകുന്നു, നീ ഭയപ്പെടേണ്ട, അന്ത്യത്തോളം ഞാൻ നിന്നോട് കൂടെയുണ്ട്. ക്രിസ്തുവിന് വേണ്ടി നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം. സുവിശേഷത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി ഒരു തീജ്വാലയായി അനേകരെ ക്രിസ്തുവിലേക്ക് നേടുവന്നത് നമുക്ക് ലഭിച്ചിരിക്കുന്ന ആയുസ്സും ആരോഗ്യം സുവിശേഷത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി പ്രയോജനപ്പെടും. നമുക്ക് ലഭിച്ചിരിക്കുന്ന സാക്ഷ്യങ്ങൾ മറച്ചു വെക്കാതെ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന വചനങ്ങൾ വിളിച്ചു പറയുവാൻ തൊക്കെ വേണം. അനേകരോട് സുവിശേഷം പറയുന്നു. ഈ ആയുസ് കൊച്ചായുസ്, ഈ ആയുസിൽ കർത്താവിന് വേണ്ടി അത്ഭുത സാക്ഷിയായി ജീവിക്കുവാൻ തൊക്കെ നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം. ഓ യേശുവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന ഈ കാലയളവിൽ ഓ ബുദ്ധിയുള്ള കന്യകമാരെ പോലെ ഇസ്ഹാക്കിന്റെ ജീവിതത്തിൽ ഓ എലയാസ അവന് വേണ്ടി കടന്നുപോയപ്പോൾ എലയാസ കൊണ്ടുവന്ന മണവാട്ടി ഭയം കൂടാതെ തന്റെ ആത്മമണവാളിന് വേണ്ടി എലയാസവിനെ പിൻപറ്റുവാനിടയായെങ്കിൽ പരിശുദ്ധാത്മാവിനെ നയിക്കുന്ന വഴികളിൽ പരിശുദ്ധാത്മ പറയുന്നത് ഏറ്റെടുത്തുകൊണ്ട് തികഞ്ഞ അനുസരണത്തോടെ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് പരിശുദ്ധാത്മ നൽകുന്ന വചനത്തിൽ അനുസരിച്ചുകൊണ്ട് അതേ ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവരായി തീർന്ന യേശുവിനെ പോലും നാം അനുസരണമുള്ളവരായിക്കൊണ്ട് മണവാളനായിരിക്കുന്ന ക്രിസ്തുവിനെ എതിരേൽക്കുവാൻ തൊക്കെ വേണം. അവന്റെ പ്രിയ ഹല്ലേലൂയ ഓ മണവാട്ടികളായി അവനോട് ചേരുവാൻ ബുദ്ധിയുള്ള കന്യകമാരായി ദൈവത്തിന്റെ വചനത്തെ പ്രമാണിച്ചുകൊണ്ട് വിശ്വസ്തരും ബുദ്ധിയുമുള്ള ഹല്ലേലൂയ കന്യകമാരായി അവന്റെ വരവിങ്കൽ നാം എടുക്കപ്പെടുവാൻ നമ്മിലൂടെ അനേക ക്രിസ്തുവിന്റെ ആത്മ മണവാട്ടികളായി തീരത്തക്ക രീതിയിൽ നമ്മെ തന്നെ ദൈവങ്ങളിലേക്ക് നാം സമർപ്പിക്കാം. ഓ റിബാനഹത്തനാരകതകല കർത്താവേ, ആരെല്ലാം തീരുമാനമെടുത്തിരിക്കുന്ന സുവിശേഷത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ആയുസ്മാരും കർത്താവിനെ വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ എല്ലാവരെയും സഹായിക്കണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മ കഷ്ടത്തിലെ തീച്ചൂടി കൂടി കടന്നു പോകുമ്പോൾ അത് കർത്താവേ ഹാലിലെ വാഗ്ദത്ത നിവർത്തീകരണത്തിലേക്ക് ദൈവം ഒരുക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തകർന്നു പോകാതെ ക്ഷീണിച്ചു പോകാതെ ഹാലേലുയ ബലപ്പെട്ടുകൊണ്ടിരിക്കുവാൻ എല്ലാവരെയും സഹായിക്കണം, ബലപ്പെടുത്തണം. പ്രാർത്ഥന ഘട്ടത്തിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.